നമസ്കാരം. കാലത്തിന്റെ ഏടുകളിൽ മണ്ണടിഞ്ഞു പോയതെന്ന് നാം കരുതുന്ന ചില സത്യങ്ങളുണ്ട്. അവ വെറും തീയതികളോ മടുപ്പിക്കുന്ന കണക്കുകളോ അല്ല. ഓരോ ചരിത്രശേഷിപ്പിനും പറയാനുള്ളത് മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഒടുങ്ങാത്ത ആർത്തിയുടെ ചോരയിൽ കുതിർന്ന പോരാട്ടങ്ങളുടെ കഥകളാണ്. തിരക്കിട്ട ഈ ലോകത്ത് നിമിഷങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന കഥകളല്ല ഇവിടെയുള്ളത്. ഒരു പുസ്തകം വായിക്കുന്നത് പോലെ, ഒരു സിനിമ കാണുന്നത് പോലെ, ഒരു മുത്തശ്ശി കഥ കേൾക്കുന്നത് പോലെ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറുള്ള ആളുകൾക്ക് മാത്രമുള്ള ഇടമാണ് ഇത്. മണിക്കൂറുകൾ നീളുന്ന യാത്രകൾ. നമുക്ക് സഞ്ചരിക്കാം മൺമറഞ്ഞു പോയ സാമ്രാജ്യങ്ങളിലൂടെ, നിഗൂഢമായ ദ്വീപുകളിലൂടെ, ചരിത്രത്തിലെ ഇരുണ്ട ഇടനാഴികളിലൂടെ. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് വെയർ ദ പാസ്റ്റ് കംസ് എലൈവ്. ഇന്നത്തേക്ക് ഏതാണ്ട് 3200 വർഷങ്ങൾക്ക് മുമ്പ് ഇത്താക്ക എന്ന ചെറിയ ഗ്രീക്ക് ദ്വീപ് രാജ്യത്തിലെ രാജാവായിരുന്നു ഒഡീസിയൂസ്. അക്കാലത്ത് ഗ്രീസിലെ ഓരോ ദ്വീപുകളും നഗരങ്ങളും ഓരോ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെയാണ് ഭരിച്ചിരുന്നത്. അക്കൂട്ടത്തില് ഏറ്റവും ശക്തിമാൻ മൈസീനി എന്ന ഗ്രീക്ക് രാജ്യം ഭരിച്ചിരുന്ന ആഗമെമ്നോൺ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരനും ഗ്രീസിലെ മറ്റൊരു നഗരരാഷ്ട്രമായിരുന്ന സ്പാർട്ടയിലെ രാജാവും ആയിരുന്ന മെനലോസിന്റെ സുന്ദരിയായിട്ടുള്ള ഭാര്യ ഹെലനെ ഈജിയൻ കടലിന്റെ അപ്പുറമുള്ള ഇന്നത്തെ ടർക്കിഷ് തീരത്തുള്ള ട്രോയി നഗരത്തിലെ രാജകുമാരന്മാരിൽ ഒരാളായ പാരിസ് തട്ടിക്കൊണ്ടുപോയത് ഗ്രീക്ക് രാജാക്കന്മാർക്ക് മുഴുവനും നാണക്കേടുണ്ടാക്കി. അതിന് പകരം ചോദിക്കുവാനായിട്ട് ആഗമെമ്നോൺ സകല ഗ്രീക്ക് ഭരണാധികാരികളോടും ആഹ്വാനം ചെയ്തു. ഇതൊക്കെ നടക്കുമ്പോഴേക്കും മുമ്പ് പറഞ്ഞ ഇത്താക്കയിലെ രാജാവായ ഒഡീസിയൂസിന് വെറും 1 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ആഗമെമ്നോൺ ചക്രവർത്തിയുടെ ഒരു ദൂതൻ ഇത്താക്കയിൽ വന്നിറങ്ങിയത്. ഹെലനെ തട്ടിക്കൊണ്ടുപോയ ട്രോയ് നഗരത്തിനെതിരെ ഗ്രീക്ക് രാജാക്കന്മാർ നടത്തുവാൻ പോകുന്ന മഹായുദ്ധത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഈ ഒഡീസിയൂസിനെ ക്ഷണിക്കുക എന്നതായിരുന്നു ദൂതന്റെ ലക്ഷ്യം. എന്നാൽ ബുദ്ധിമാനും ദീർഘദർശിയുമായിട്ടുള്ള ഒഡീസിയൂസിന് ആ യുദ്ധത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ആ യുദ്ധം വരുത്തിവെക്കാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. വല്ലവന്റെ ഭാര്യയെ ആരാണ്ട് തട്ടിക്കൊണ്ടുപോയതിന് താൻ എന്തിന് കടൽ കടന്ന് ചാകാൻ പോകണം എന്ന ചിന്തയായിരുന്നു ഒഡീസിയൂസിന് ആ സമയം ഉണ്ടായിരുന്നത്. പക്ഷേ സകല ഗ്രീക്ക് രാജാക്കന്മാരിലും ശക്തനായിട്ടുള്ള ആഗമെമ്നോണാണ് യുദ്ധത്തിനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അയാളുടെ സഹോദരന്റെ ആ മെനലാസിന്റെ ഭാര്യയെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗമെമ്നോൺ രാജാവിന് ദേഷ്യം തോന്നാത്ത വിധത്തിൽ വേണം ഇതിൽ നിന്നും തലയൂരുവാനായിട്ട്. അതിനുള്ള ഒരു ബുദ്ധിയാണ് ഇദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ആഗമെമ്നോണിന്റെ ദൂതനായിട്ടുള്ള പാലിമിഡീസ് ഈ കൊട്ടാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒഡീസിയൂസ് അതിവിദഗ്ധമായിട്ടുള്ള ഒരു അഭിനയം തന്നെ അങ്ങ് കാഴ്ചവെച്ചു. തനിക്ക് സമനില തെറ്റിയിരിക്കുകയാണ് എന്ന് ദൂതനെ വിശ്വസിപ്പിക്കാനായിരുന്നു ഇദ്ദേഹത്തിന്റെ ശ്രമം. വട്ടുപിടിച്ച ഒരാളെയും കൊണ്ട് യുദ്ധത്തിന് പോകാനായിട്ട് പറ്റില്ലല്ലോ. ഇതിനായിട്ട് ഒരു ഭ്രാന്തൻ പണിയാണ് ഒഡീസിയൂസ് ഒപ്പിച്ചത്. ഇദ്ദേഹം നേരെ തന്റെ പാടത്തേക്ക് പോയിട്ട് നുകത്തിന്റെ ഒരു വശത്ത് ഒരു കാളയെയും മറുവശത്ത് ഒരു കഴുതയെയും കെട്ടിയിട്ട് ഇദ്ദേഹം നിലം ഉഴുതുമറിക്കാനായിട്ട് തുടങ്ങി. സാധാരണ ബുദ്ധിയുള്ള ഒരാളും അങ്ങനെ ചെയ്തില്ലല്ലോ. അങ്ങനെ ഉഴുതുമറിച്ച ചാലുകളിൽ വിത്തുകൾക്ക് പകരം അദ്ദേഹം വിതച്ചത് ഉപ്പായിരുന്നു. സ്വാഭാവികമായും ഇത് കണ്ട ആഗമെമ്നോന്റെ ദൂതനായിട്ടുള്ള ഈ പാലിമിഡീസ് അമ്പരന്നു പോയി. ഒഡീസിയൂസിന് ശരിക്കും ഭ്രാന്തിളകിയോ എന്ന് അദ്ദേഹം സംശയിച്ചു. പക്ഷേ ഒഡീസിയൂസിന്റെ ബുദ്ധിപൂർവ്വതയെക്കുറിച്ച് കേട്ടറിവുള്ള പാലിമിഡീസ് അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അയാള് ഒഡീസിയൂസിന്റെ പിഞ്ചു കുഞ്ഞായിട്ടുള്ള ടെലിമാക്കസിനെ, അതായത് മാസങ്ങൾ മാത്രം പ്രായമുള്ള ടെലിമാക്കസ് എന്ന് പറഞ്ഞ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഉഴുതുമറിക്കുന്ന കാളയുടെയും കഴുതയുടെയും മുമ്പിലേക്ക് ആ ചാലിലേക്ക് സാവധാനം കൊണ്ടു ചെന്നങ്ങ് കിടത്തി. തന്റെ കുഞ്ഞ് കാളയുടെ കുളമ്പുകൾക്കിടയിൽ പെട്ടുപോകുമെന്ന് കണ്ട നിമിഷം ഒഡീസിയൂസിന്റെ അഭിനയം അങ്ങ് നിന്നു. അദ്ദേഹം വെപ്രാളത്തോടെ ഈ കലപ്പ വെട്ടിത്തിരിച്ച് തന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. അതോടുകൂടി ഒഡീസിയൂസ് ഒരു ഭ്രാന്തനല്ലെന്നും ഇതെല്ലാം തന്നെ കബളിപ്പിക്കുവാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കളവായിരുന്നുവെന്നും പാലിമിഡീസിന് ബോധ്യമായി. അഭിനയം പൊളിഞ്ഞതോടെ ആഗമെമ്നോൺ രാജാവിന്റെ കൽപ്പന അനുസരിക്കുകയല്ലാതെ ഒഡീസിയൂസിന് മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിന് മുമ്പ് ട്രോയി നഗരത്തിന്റെ തീരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഗ്രീക്ക് രാജാക്കന്മാരുടെ കപ്പലുകൾ ഒത്തുചേരുന്ന ഓലിസ് എന്ന സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഒഡീസിയൂസ് അവസാനം നിർബന്ധിതനായി. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് തന്റെ ഭാര്യയോടും മറ്റുള്ളവരോടും യാത്ര പറയാനുള്ള സമയം എത്തിച്ചേർന്നു. തന്റെ പിഞ്ചു കുഞ്ഞായിട്ടുള്ള ടെലിമാക്കസിനോടും യുവതിയായിട്ടുള്ള ഭാര്യ പെനിലോപ്പിയോടും വൃദ്ധനായ പിതാവ് ലയാർട്ടിസിനോടും അദ്ദേഹം യാത്ര പറഞ്ഞു. തന്റെ ദ്വീപ് രാജ്യമായ ഇത്താക്കയിലെ പൗരപ്രമുഖന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് കുടുംബത്തെയും രാജ്യത്തെയും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ശേഷം തന്റെ നാവിക സേനയോടും സൈനികരോടും ഒപ്പം ഒഡീസിയൂസ് കപ്പൽ കയറി. ആഗമെമ്നോൺ രാജാവിന് 100 കപ്പലുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഒഡീസിയൂസിന് വെറും 12 കപ്പലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടി വന്നാൽ
600 സൈനികർ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ആ സമയം ഉണ്ടായിരുന്നത്. ഈ ഒഡിയൂസിന്റെ സൈനികരെ കഫലീനിയൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവര് വെറും പട്ടാളക്കാർ മാത്രമായിരുന്നില്ല, ഒഡിയൂസിന്റെ അയൽക്കാരും സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു. ഇത്താക്ക വളരെ ചെറിയൊരു ദ്വീപ് രാജ്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് 12 കപ്പലുകൾ ഒപ്പിക്കാനേ പറ്റുള്ളൂ. ഈ 600 പേർ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. സത്യത്തിൽ ഈ നടക്കുവാൻ പോകുന്ന ഭീകര യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകാതെ വേറെയും ഗ്രീക്ക് പോരാളികൾ ഒളിച്ചു നടപ്പുണ്ടായിരുന്നു. ഇതിലൊരാള് ഗ്രീക്ക് യുദ്ധവീരനായിട്ടുള്ള സാക്ഷാൽ അക്കിലീസ് തന്നെയായിരുന്നു. ഈ യുദ്ധത്തിൽ പങ്കെടുത്താൽ അക്കിലീസ് മരിക്കുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അക്കിലീസിന്റെ അമ്മ തെറ്റിസ്, അവരൊരു ദേവിയാണ്, അവനെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വേഷം കെട്ടിച്ചിട്ട് സ്കൈറോസ് ദ്വീപിലെ കൊട്ടാരത്തിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയായിരുന്നു. എന്നാൽ അക്കിലീസ് ഇല്ലാതെ ഈ ഒരു യുദ്ധം ജയിക്കാനാവില്ല എന്നറിയാമായിരുന്ന ഒഡ്യൂസിയൂസ് ഒരു വ്യാപാരിയുടെ വേഷത്തിൽ തന്റെ ദ്വീപായിട്ടുള്ള ഇത്താക്കയിൽ നിന്നും ഈ കൊട്ടാരത്തിലേക്കാണ് നേരെ പോയത്. അവിടെയുള്ള സ്ത്രീകളുടെ ഇടയിൽ വേഷം മാറി ഒളിച്ചു താമസിക്കുന്ന അക്കിലീസിനെ കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം. അവിടെ എത്തിയ ഒഡ്യൂസിയൂസ് നേരെ കൊട്ടാരത്തിലെ സ്ത്രീകളുടെ അന്തഃപുരത്തിലേക്ക് കയറി ചെന്നു. അവിടെ കുറച്ച് നല്ല വസ്ത്രങ്ങളും കൂടെ കുറേയേറെ ആയുധങ്ങളും എല്ലാവരും കാണുന്ന രീതിയിൽ കൊണ്ടുവച്ച ശേഷം ഇദ്ദേഹം ആരോ കൊട്ടാരം ആക്രമിക്കാനും വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് ഉച്ചത്തിൽ ഒരു യുദ്ധകാഹളം മുഴക്കി. അത് കേട്ടപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ എന്ത് ചെയ്തു, കയ്യിൽ കിട്ടിയ ഈ ഇദ്ദേഹം കൊണ്ടുവച്ച വിലപിടിപ്പുള്ള ആ ഒരു വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. എന്നാൽ സ്ത്രീ വേഷത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന യുദ്ധവീരനായിട്ടുള്ള അക്കിലീസ് ഓടി വന്ന് വസ്ത്രങ്ങൾക്ക് പകരം ആയുധങ്ങൾ എടുക്കുകയും ചെയ്തു. അടുത്ത നിമിഷം ഒഡീസിയസ് ഓടി വന്ന് സ്ത്രീ വേഷത്തിൽ ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന അക്കിലീസിനെ കൈയോടെ പിടികൂടി. ബുദ്ധിമാനായിട്ടുള്ള ഒഡീസിയസ് ഈ നടക്കുവാൻ പോകുന്ന ട്രോജൻ യുദ്ധത്തിൽ അക്കിലീസ് മരിച്ചാൽ എന്താ, ലോകം നിലനിൽക്കുന്ന കാലത്തോളം പേര് നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് അക്കിലീസിനെ കൂടി യുദ്ധത്തിന് കൂടെ കൂട്ടുകയും ചെയ്തു. അങ്ങനെ വിശ്വവിഖ്യാതമായ ട്രോജൻ യുദ്ധത്തിനുള്ള അരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞു. ഒഡ്യൂസിയസിന്റെ കപ്പലുകൾ പിന്നീട് അവസാനം എത്തിച്ചേർന്നത് മുമ്പ് പറഞ്ഞ ഗ്രീക്ക് സൈന്യം ഒത്തുചേരുന്ന ഓലിസ് എന്ന തുറമുഖത്താണ്. അവിടെ കാത്തിരുന്നത് വലിയൊരു ദുരന്തമായിരുന്നു. 1000 കപ്പലുകൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരല്പം പോലും കാറ്റില്ല. എല്ലാ രാജാക്കന്മാരും വന്നിരിക്കുകയാണ്. ഏതാണ്ട് 1000 കപ്പലുകൾ അവിടെയുണ്ട്. പക്ഷേ മുന്നോട്ടേക്ക് പോകുവാനായിട്ട് കാറ്റില്ല. ഗ്രീക്ക് ദേവിയായിട്ടുള്ള ആർട്ടിമിസിന്റെ ശാപം കാരണം കടല് നിശ്ചലമായിട്ട് കിടക്കുകയാണ് എന്നാണ് ഗ്രീക്ക് പുരോഹിതന്മാർ വിധി എഴുതിയത്. ആഴ്ചകളോളം അവരവിടെ തന്നെ കുടുങ്ങി. ഒടുവിൽ അനുകൂലമായിട്ടുള്ള കാറ്റ് ലഭിക്കാനായിട്ട് സ്വന്തം മകളെ തന്നെ ഈ ആഗമനൻ രാജാവ് ബലി കൊടുത്തു. അങ്ങനെ ഓലിസ് ദ്വീപിൽ നിന്നും ഈജിയൻ കടലിന്റെ തിരമാലകൾ മുറിച്ചുകൊണ്ട് പല ദ്വീപുകളും താണ്ടി ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവര് ആ കാഴ്ച കണ്ടു. ചക്രവാളത്തിൽ തലയുയർത്തി നിൽക്കുന്ന ട്രോയ് നഗരത്തിന്റെ വൻ മതിലുകൾ. 2004 ഹോളിവുഡ് സംവിധായകൻ വൂൾഫ് ഗാങ് പീറ്റേഴ്സൺ ഒരുക്കിയ ദൃശ്യവിസ്മയമായിരുന്നു ട്രോയ് എന്ന സിനിമ. ആ ഒരു സിനിമ കണ്ട ആളുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കഥ കേട്ടിട്ട് നെറ്റി ചുളിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊന്നും അല്ലല്ലോ സിനിമയിൽ എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഹോമർ പറഞ്ഞ ഇതിഹാസ കഥകൾ വേറെ, ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച സിനിമകൾ വേറെ. സിനിമയ്ക്ക് വേണ്ടി കഥകളും കഥാപാത്രങ്ങളും ഒക്കെ മാറി മറിയും. ഫിക്ഷൻ ബുക്കുകളിൽ നിന്നും നിർമ്മിച്ചെടുത്ത ഗെയിം ഓഫ് ത്രോൺസും ഹോബിറ്റും ലോർഡ് ഓഫ് റിങ്സും പോലും സിനിമകളും സീരീസും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും കഥകളും കഥാപാത്രങ്ങൾക്കും ഒക്കെ മാറ്റമുണ്ടായി. ബുക്കിൽ ഇല്ലാത്ത കഥാപാത്രങ്ങൾ സിനിമയിലും സീരീസിലും ഉണ്ടാവുകയും ചിലത് ഇല്ലാതാവുകയൊക്കെ ചെയ്തു. ആദ്യമേ പറയാം, ഹോമർ എന്നൊരു അന്ധനായ ഗ്രീക്ക് കവി ശരിക്കും ഉണ്ടായിരുന്ന ആളായിരുന്നോ എന്ന് പോലും നമുക്ക് തീർച്ചയില്ല. ഹോമറിന്റെ ഒഡീസി എന്ന കൃതിയിൽ ഡെമോഡക്കോസ് എന്നൊരു കഥാപാത്രമുണ്ട്. സദസ്സിലിരുന്ന് ട്രോജൻ യുദ്ധങ്ങൾ പാടി കേൾപ്പിക്കുന്ന അന്ധനായിട്ടുള്ള ഒരു കവിയാണ് അത്. ഹോമർ തന്നെ തന്നെയാണ് ആ ഒരു കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. ഒഡ്യൂസിയൂസും അക്കിലീസും ഹെലൻ എന്നു പേരുള്ള വല്ലവന്റെയും ഭാര്യയ്ക്ക് വേണ്ടി കടലുകൾ താണ്ടി ചെയ്യുവാൻ പോകുന്ന ഈ ഒരു ട്രോജൻ യുദ്ധം ഏതാണ്ട് BC 1200 നടന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഈ യുദ്ധം കഴിഞ്ഞിട്ട് 400-500 വർഷങ്ങൾക്ക് ശേഷമാണ് ഹോമർ ജീവിച്ചിരിക്കുവാൻ സാധ്യതയുള്ളത്. അതായത് BC 750 ഹെറോഡോട്ടസ് പറയുന്നത് അദ്ദേഹത്തിന് 400 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് BC 850 ഹോമർ ഉണ്ടായിരുന്നത് എന്നാണ്. അന്ധനായിരുന്ന ഹോമർ ബുക്കൊന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു നടന്നിരുന്ന കഥകൾ വീണ്ടും നൂറ്റാണ്ടുകൾക്ക് ശേഷം കേട്ടുകേൾവി വെച്ചിട്ട് മറ്റാരൊക്കെയോ പലപ്പോഴായിട്ട് പാപ്പറസ് ചുരുളുകളിൽ എഴുതി വെച്ചത് ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോഴാണ് ഇപ്പോൾ ഒഡ്യൂസിയൂസും അക്കിലീസും ഒക്കെ പങ്കെടുക്കുവാൻ പോകുന്ന ട്രോജൻ യുദ്ധം ഒരു മുഴുനീള ഇതിഹാസമായിട്ട് നമ്മുടെ മുന്നിൽ ചുരുളുന്നു വരുന്നത്. അതിൽ തന്നെ BC 3-ാം നൂറ്റാണ്ട് മുതൽ എഴുതപ്പെട്ട കൈയെഴുത്ത് പ്രതികൾ മാത്രമാണ് ഇപ്പോൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഇലിയഡിന്റെ ഏറ്റവും മികച്ചതും പൂർണ്ണവുമായിട്ടുള്ള കൈയെഴുത്ത് പ്രതിയുടെ പേര് വെനിറ്റസ് A എന്നാണ്. ഇതിന് ഏകദേശം 1000 വർഷങ്ങളിലെ പഴക്കമുണ്ട്. ഇറ്റലിയിലെ വെനീസിലുള്ള ലൈബ്രറി ഓഫ് സാൻ മാർക്കോയിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നെപ്പോളിയന് ഒരിക്കൽ ഇത് മോഷ്ടിച്ചുകൊണ്ട് പാരീസിലേക്ക് കൊണ്ടുപോയതാണ്. എങ്കിലും പിന്നീട് ഇത് തിരിച്ചു കിട്ടി. ചുരുക്കത്തിൽ ഹോമർ ജീവിച്ചിരുന്ന കാലവും നമുക്ക് കിട്ടിയ ഏറ്റവും പഴയ പൂർണ്ണമായിട്ടുള്ള പുസ്തകവും തമ്മിൽ
ഏകദേശം 1500 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇത്രയും നൂറ്റാണ്ടുകൾ ഈ ഒരു കഥ വാമൊഴിയായിട്ടും പകർത്തിയെടുത്തും ഒക്കെ നിലനിന്നു എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ഈ ഗ്രീസിലെ ഏതൻസിലെ ഭരണാധികാരിയായിരുന്ന പൈസിട്രാറ്റസ് എന്ന് പറഞ്ഞ ഒരാളാണ് അന്ന് വരെയും വാമൊഴിയായിട്ട് പ്രചരിപ്പിച്ചിരുന്ന ഈ ഒരു കൃതികൾ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത് അല്ലെങ്കിൽ എഴുത്തു രൂപത്തിലാക്കിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഇക്കൂട്ടത്തിൽ ആദ്യത്തെ കൃതിയായിട്ടുള്ള ഇലിയഡിലാണ് ട്രോജൻ യുദ്ധം വിവരിക്കുന്നത്. ഏകദേശം 15693 വരികളുള്ള ബൃഹത്തായിട്ടുള്ള ഒരു കാവ്യ സംഹാരമാണ് ഇത്. പഴയ ഗ്രീക്ക് ഭാഷയിൽ ഒരു പ്രത്യേക താളത്തിൽ പാടി അവതരിപ്പിക്കാൻ പാകത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. പുരാതന കാലത്ത് ഇത് വായിക്കുകയായിരുന്നില്ല, മറിച്ച് സദസ്സുകളിൽ ഇത് പാടി കേൾപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഗ്രീക്കുകാർ ട്രോയ് ആക്രമിക്കാൻ പോയിട്ട് അവിടെ 10 കൊല്ലം, ആകെ 10 വർഷം ആ ഒരു യുദ്ധം നീണ്ടു നിന്നു എന്നാണ് കഥ. എന്നാൽ ഹോമറിന്റെ ഇലിയഡിൽ ഈ 10 വർഷത്തെ കഥകൾ മുഴുവനുമായിട്ടും ഇല്ല. യുദ്ധത്തിലെ ഏറ്റവും ഒടുവിലെ 10-ാം വർഷത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വെറും 50ഓളം ദിവസങ്ങളിലെ കഥ മാത്രമാണ് ഇലിയഡിൽ ഉള്ളത്. ഈ കഥയാണ് ട്രോയ് എന്ന സിനിമയുടെ ബേസ്. രണ്ടാമത്തെ കൃതിയായിട്ടുള്ള ഒഡീസിയിലാണ് മുമ്പ് പറഞ്ഞ ഇത്താക്കയിലെ രാജാവായിട്ടുള്ള ഒഡീസിയൂസ് ഈ ട്രോജൻ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ച് തന്റെ നാടായിട്ടുള്ള ഇത്താക്കയിലേക്ക് വരുന്ന ഭാഗങ്ങൾ വിവരിക്കുന്നത്. ഈ ഭാഗമാണ് ഇനിയും റിലീസ് ചെയ്യാനുള്ള ക്രിസ്റ്റഫർ നോളന്റെ ദി ഒഡീസി എന്ന സിനിമയുടെ ബേസ്. എന്നാൽ ഈ 2 സിനിമകളുടെയും കഥയല്ല നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ സിനിമയും പുസ്തകവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾ ഇനി കേൾക്കുവാൻ പോകുന്നത് സാക്ഷാൽ ഹോമർ പറഞ്ഞു നടന്നു എന്ന് നമ്മൾ കരുതുന്ന പിൽക്കാലത്ത് പാപ്പറസ് ചുരുളുകളിൽ എഴുതപ്പെട്ട ഇലിയഡ്, ഒഡീസി എന്നീ 2 കഥകളാണ്. ഒരു മുന്നറിയിപ്പുണ്ട്, ഇതിൽ ചരിത്രം വളരെ കുറവാണ്. ഇതിലെ ചരിത്രം ഞാൻ കണ്ടുപിടിച്ച് ആ ഭാവമൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളൊക്കെ പല ആളുകളും ജീവിച്ചിരുന്ന ആളുകളാകാനായിട്ട് സാധ്യതയുണ്ട്. അവരെ അമാനുഷികരായിട്ട് ചിത്രീകരിക്കുവാൻ വേണ്ടി ആവണം ദേവന്മാരെയും വിചിത്ര രൂപികളെയൊക്കെ ഇതിലേക്ക് ചേർത്തത്. ആദ്യമായിട്ട് ഈ കഥയും യഥാർത്ഥ ചരിത്രവും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഒഡീസിയൂസ്, ആഗമെമ്നോൺ, അയാളുടെ സഹോദരൻ മെനലോസ്, പിന്നെ ഗ്രീക്ക് ഹീറോ ആയിട്ടുള്ള അക്ലീസ്, ഇവരൊക്കെ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഒരു പെണ്ണിനെ തേടിയിട്ട് ഈജിയൻ കടൽ കടന്ന് ആക്രമിക്കുവാനായിട്ട് പോകുന്ന ട്രോയ് നഗരത്തിന്റെ അധിപൻ വൃദ്ധനായ പ്രയാം എന്ന് പറഞ്ഞ ഒരു രാജാവാണ്. ഹോമർ പറയുന്നത് അദ്ദേഹത്തിന് പല ഭാര്യമാരിലായിട്ട് 50 ആൺമക്കളും 12 പെൺമക്കളും ഉണ്ടായിരുന്നു എന്നാണ്. ഹെക്ടർ, പാരീസ് ഈ 2 പേരെ മാത്രമാണ് സിനിമയിൽ കാണിക്കുന്നത്. ഇവർ 2 പേരും പ്രയാം രാജാവിന്റെ പട്ടമഹിഷിയായിട്ടുള്ള ഹെക്യൂവ രാജ്ഞിയിലുണ്ടായ ആളുകളാണ്. അതുപോലെ തന്നെ ഈ പ്രിയാം രാജാവിന്റെ കൊട്ടാരത്തിനും കോട്ടയ്ക്കും കൂടി ആകെ ശരിക്കും 5 ഏക്കർ വിസ്തൃതി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കോട്ടയ്ക്ക് ചുറ്റിനും 75 ഏക്കറോളം വലിപ്പമുണ്ടായിരുന്ന സാധാരണ ജനങ്ങൾ വസിച്ചിരുന്ന ഒരു ലോവർ സിറ്റി കൂടി ഉണ്ടായിരുന്നു. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു പഞ്ചായത്തിന്റെ അത്രയും വലിപ്പം മാത്രമേ അക്കാലത്തെ ട്രോയ് നഗരത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അന്നത്തെ വെങ്കല യുഗത്തില്, അതായത് ബ്രോൺസ് ഏജില്, അതൊരു വലിയ നഗരം തന്നെയായിരുന്നു. ട്രോയ് നഗരത്തിന്റെ കോട്ടകൾക്ക് 10 മീറ്റർ ഉയരം ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 2 നില കെട്ടിടത്തിന്റെ ഉയരം. ഇതിന്റെ അടിഭാഗം കരിങ്കല്ലുകൊണ്ടും മുകൾ ഭാഗം ഇഷ്ടിക കൊണ്ടുമാണ് നിർമ്മിച്ചിരുന്നത്. ഇതിന്റെ മതിലുകൾ കുത്തനെ 90 ഡിഗ്രിയിൽ ഇങ്ങനെ നേരെ കെട്ടിപ്പടുത്തിരുന്ന ഒന്നല്ല. അടിയിൽ നിന്നും മുകളിലേക്ക് ചെരിയുന്ന രീതിയിൽ സ്ലോപ്പിംഗ് വോൾസ് ആയിട്ടാണ് ഇതിന്റെ നിർമ്മിതി. ശത്രുക്കൾക്ക് ഏണി വെച്ചിട്ട് കയറാനായിട്ട് ഇത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമായിരുന്നു. ഈ മതിലുകൾക്ക് ഏകദേശം 4-5 മീറ്റർ ഖനമുണ്ടായിരുന്നു എന്നാണ് ഹോമർ പറയുന്നത്. എന്നാൽ ഖനനങ്ങൾ തെളിയിക്കുന്നത് കാവൽക്കാർക്ക് നടക്കുവാൻ മാത്രം വീതിയുള്ള, അല്ലെങ്കിൽ അത്രയും വീതി മാത്രമേ ഇതിന് ശരിക്കും ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ആർക്കിയോളജിസ്റ്റുകളുടെ കണക്ക് പ്രകാരം കോട്ടയ്ക്കുള്ളില് രാജകുടുംബവും സേവകരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1000-ൽ താഴെ ആളുകൾ മാത്രം. ചുറ്റിനും ഉണ്ടായിരുന്ന ലോവർ സിറ്റിയിൽ ഏകദേശം 10,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ തന്നെ കൂടി വന്നാൽ 3000 സൈനികരെ മാത്രമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഗ്രീക്ക് സൈന്യം കപ്പലേറി വരുന്നുണ്ട് എന്ന് കേട്ടതോടെ ചുറ്റിനും ഉണ്ടായിരുന്ന മറ്റ് ചില ചെറു രാജ്യങ്ങളും ട്രോയ് സൈന്യത്തിന്റെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അവരെ കൂടി കൂട്ടിയാൽ ട്രോജൻ സൈന്യത്തിന്റെ വലിപ്പം കൂടി വന്നാൽ 10,000 വരും. ഗ്രീക്ക് സൈന്യം ഇതിന്റെ ഇരട്ടി, അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 20,000 വരെ ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം. ചുരുക്കത്തില് ലക്ഷക്കണക്കിന് എന്നുള്ള പ്രയോഗങ്ങളൊക്കെ വെറും കവിഭാവനകൾ മാത്രമാണ്. ട്രോയ് എന്നത് ഭീമാകാരമായ ഒരു സാമ്രാജ്യമൊന്നും ആയിരുന്നില്ല, മറിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ശക്തമായിട്ടുള്ള മതിലുകളൊക്കെയുള്ള സമ്പന്നമായ ഒരു ഇടത്തരം നഗരം മാത്രമായിരുന്നു അത്. ആ ഒരു കോട്ടയുടെ അല്ലെങ്കിൽ ആ ഒരു നഗരത്തിന്റെ മതിലുകളുടെ ബലമാണ് 10 വർഷം പിടിച്ചിരിക്കാനായിട്ട് ആ ഒരു ചെറിയ സൈന്യത്തെ സഹായിച്ചത്. ഒരു പക്ഷേ ട്രോയ് എന്ന ചെറു നഗരം പിടിച്ചെടുക്കുവാൻ നടന്ന ഒരു പ്രാദേശിക യുദ്ധമായിരിക്കും ഈ ട്രോജൻ വാർ. പക്ഷെ കഥകൾ പറഞ്ഞ് പെരുപ്പിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും അതൊരു മഹായുദ്ധവും ഇതിൽ പങ്കെടുത്തവർ അതിമനുഷ്യരും ദേവന്മാരും ഒക്കെയായി മാറി. എന്നാൽ ഗ്രീക്ക് പുരാണങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ്, ട്രോയ് 300, പിന്നെ ഒഡീസി പോലുള്ള ലോകോത്തര സിനിമകൾ ഇറങ്ങുമ്പോൾ അതിന്റെ പ്ലോട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഗ്രീക്ക് പുരാണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്കത് വളരെയധികം ഗുണം ചെയ്യും. അതുതന്നെയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യവും. മഹാനായ ഗ്രീക്ക് കവി ഹോമറും ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസും പല ഊരി പറഞ്ഞിട്ടും
ട്രോയ് എന്ന മഹാനഗരവും ട്രോജൻ യുദ്ധവും ഒരു കെട്ടുകഥ തന്നെയാണ് എന്ന് തന്നെയാണ് പലരും കരുതിയിരുന്നത്. ഗ്രീക്കുകാരും ഇന്നത്തെ ടർക്കിഷ് തീരങ്ങളിൽ വസിച്ചിരുന്ന ട്രോജൻസും തമ്മിൽ നടന്ന 10 വർഷങ്ങൾ നീണ്ടുനിന്ന ഐതിഹാസികമായ യുദ്ധം. ട്രോജൻ രാജകുമാരനായിട്ടുള്ള പാരീസ് തട്ടിക്കൊണ്ടുപോകുന്ന സുന്ദരിയായിട്ടുള്ള ഹെലൻ എന്ന ഗ്രീക്ക് രാജകുമാരിയെ വീണ്ടെടുക്കുവാനായിട്ട് ആഗമനോൻ രാജാവിന്റെ നേതൃത്വത്തിൽ 1000 കപ്പലുകൾ ഗ്രീസിൽ നിന്നും ഈജിയൻ കടൽ കടന്ന് ഏഷ്യ മൈനറിലെ ട്രോയ് നഗരത്തിലേക്ക് നീങ്ങിയ ഇതിഹാസ കഥ. ഗ്രീക്ക് ഹീറോ അക്കിലീസും ട്രോജൻ രാജകുമാരൻ ഹെക്ടറും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ ആ യുദ്ധം വെറും കെട്ടുകഥ തന്നെയാണ് എന്നാണ് 19-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാര് ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ജർമ്മനിയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഹെൻറിച്ച് ഷ്ലീമാൻ എന്ന ബാലന് അത് വെറും കഥയായിരുന്നില്ല. ക്രിസ്തുമസ് സമ്മാനമായിട്ട് തന്റെ പിതാവ് സമ്മാനിച്ച ലോക ചരിത്ര പുസ്തകത്തിലെ തീയിലെരിയുന്ന ട്രോയ് നഗരത്തിന്റെ ചിത്രം ആ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. വൻമതിലുകളാൽ ചുറ്റപ്പെട്ട ആ ഒരു നഗരം സാങ്കല്പിക്കാമല്ലെന്നും ആ മതിലുകൾ ഇന്നും മണ്ണിന്റെ അടിയിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. അച്ഛാ, ഞാൻ വലുതാകുമ്പോഴേക്കും ട്രോയ് നഗരം കണ്ടെത്തും എന്ന് അവൻ പിതാവിനോട് സത്യം ചെയ്തു. ദാരിദ്ര്യം കാരണം വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടും പലചരക്ക് കടയിലെ സഹായിയായിട്ടും കപ്പലിലെ ക്യാബിൻ ബോയ് ആയിട്ടും ജോലി ചെയ്യുമ്പോഴും ഷ്ലീമാന്റെ മനസ്സിലെ ട്രോയ് എന്ന ആ ഒരു സ്വപ്നം അണഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. തന്റെ കഠിനാധ്വാനം കൊണ്ടും വ്യാപാര നൈപുണ്യം കൊണ്ടും ഈ ഷ്ലീമാൻ റഷ്യയിലെയും അമേരിക്കയിലെയും വലിയൊരു സമ്പന്നനായിട്ട് മാറി. ഒടുവില് കയ്യിലെ ആവശ്യത്തിന്റെ പണവും മനസ്സിൽ നിറയെ ആവേശവുമായിട്ട് തന്റെ ബാല്യകാല സ്വപ്നത്തെ തേടി അദ്ദേഹം തുർക്കിയിലെത്തി. ഭൂരിഭാഗം ചരിത്രകാരന്മാരും ട്രോയ് സ്ഥിതി ചെയ്യുന്നത് ബുനാർബാഷി എന്ന സ്ഥലത്താണ് എന്ന് കരുതിയപ്പോൾ ഷ്ലീമാൻ അവിടെയല്ല തന്റെ ലക്ഷ്യമെന്ന് ആ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലാണ് ഫ്രാങ്ക് കാൽവർട്ട് എന്ന ഒരാളെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. കാൽവർട്ടിന്റെ നിഗമനം ഈ ഷ്ലീമാന്റെ ചിന്തകളെ മാറ്റിമറിച്ചു. തുർക്കിയിലെ ഹിസാർലിക് എന്ന കുന്നിന്റെ അടിയിലാണ് യഥാർത്ഥ ട്രോയ് ഉറങ്ങിക്കിടക്കുന്നതെന്ന് കാൽവർട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു. ആ വാക്കുകൾ ഷ്ലീമാന് പുതിയൊരു ഊർജ്ജം നൽകി. 1871 തന്റെ ഭാര്യ സോഫിയോടുമൊത്ത് അദ്ദേഹം ഹിസാർലിക്കിലെ മണ്ണ് കിളച്ചു തുടങ്ങി. അതൊരു സാധാരണ ഖനനമായിരുന്നില്ല. ഒരു ഭ്രാന്തന്റെ ആവേശത്തോട് കൂടിയിട്ടാണ് ഷ്ലീമാൻ മണ്ണ് നീക്കം ചെയ്തത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നഗരങ്ങൾ അവിടെ ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കി വെക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹോമർ വർണ്ണിച്ച ട്രോയ് ഏറ്റവും അടിയിലായിരിക്കുമെന്ന് കരുതിയിട്ട് മുകളിലെ പാളികൾ അദ്ദേഹം നിർദാക്ഷിണ്യം വെട്ടിപ്പൊളിച്ച് നീക്കി. ഇത് പിന്നീട് വലിയ വിമർശനങ്ങൾക്കും കാരണമായി. കാരണം യഥാർത്ഥ ചരിത്ര ശേഷിപ്പുകൾ പലതും ഈ എടുത്തുചാട്ടം മൂലം നശിപ്പിക്കപ്പെട്ടു. ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നുപോയി. പൊടിപടലങ്ങളും കൊടും ചൂടും അവർക്ക് വെല്ലുവിളിയായി. തൊഴിലാളികൾ പണിയെടുത്ത് ആകെ ക്ഷീണിതരായി. പക്ഷേ ഷ്ലീമാൻ മാത്രം തളർന്നില്ല. ഒടുവിൽ 1873 മെയ് മാസത്തിലെ ഒരു പ്രഭാതത്തിൽ കുഴിച്ചെടുത്ത മണ്ണിന്റെ അടിയിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് ഷ്ലീമാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ അദ്ദേഹം തൊഴിലാളികൾക്ക് അവധി നൽകി പറഞ്ഞയച്ചു. അയാളും ഭാര്യ സോഫിയും മാത്രം അവിടെ നിന്നു. തന്റെ പോക്കറ്റ് കത്തി ഉപയോഗിച്ചിട്ട് മുകളിൽ ഇടിഞ്ഞു വീഴാനായിട്ട് പാകത്ത് നിൽക്കുന്ന വലിയൊരു മതിലിന്റെ ചൂടിൽ നിന്നും അദ്ദേഹം ആ നിധി സാവധാനം മാന്തിയെടുക്കുവാനായിട്ട് തുടങ്ങി. സ്വർണത്തിൽ തീർത്ത കിരീടങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ. ഷ്ലീമാൻ ആവേശത്തോടെ തുള്ളിച്ചാടി. ഹോമർ വർണ്ണിച്ച ട്രോയിലെ രാജാവായ പ്രയാമിന്റെ ഖജനാവാണ് താൻ കണ്ടെത്തിയതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. സോഫിയ ആ പുരാതനമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ചിത്രം ലോകം മുഴുവനും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹെലൻ അണിഞ്ഞിരുന്ന ആഭരണങ്ങളാണ് ഇതെന്ന് ഷ്ലീമാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വാസ്തവത്തിൽ ഷ്ലീമാൻ കണ്ടെത്തിയത് ഹോമർ വർണ്ണിച്ച ട്രോയ്ക്കും 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള മറ്റൊരു നഗരത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നുവെന്ന് പിൽക്കാല പഠനങ്ങൾ തെളിയിച്ചു. യഥാർത്ഥ ട്രോയ് അതിന്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. അത് ഭാഗികമായിട്ട് നശിപ്പിച്ചിട്ടാണ് ഷ്ലീമാൻ വീണ്ടും താഴേക്ക് കുഴിച്ചത്. എങ്കിലും പുരാണങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന ആ നഗരത്തെ ഭൂപടത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഒരു കൊച്ചുകുട്ടിയുടെ സ്വപ്നം ചരിത്രത്തെ തിരുത്തി കുറിച്ച ഒരു അപൂർവ നിമിഷമായിരുന്നു അത്. ആഴമേറിയ ഹിസാർലിക്ക് കുന്നിന്റെ മടിത്തട്ടിൽ നിന്നും ഷ്ലീമാൻ കണ്ടെടുത്തത് ഈ വെറും സ്വർണം മാത്രമായിരുന്നില്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു സംസ്കാരത്തിന്റെ സ്പന്ദനങ്ങളായിരുന്നു. അതെ, ഹോമറും ഹെറോഡോട്ടസും പറഞ്ഞ ട്രോയ് നഗരം യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. നമ്മൾ വീണ്ടും ഹോമറിന്റെ ഇലിയഡ് എന്ന മഹാകാവ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. ആഗമെമ്നോൻ രാജാവിന്റെ കീഴിൽ ഒഡീസിയസ്, അക്കിലീസ്, അജാക്സ്, മെനലോസ് തുടങ്ങിയ യുദ്ധവീരന്മാര് ഗ്രീസിലെ 29 പ്രവിശ്യകളിൽ നിന്നായിട്ട് 1186 കപ്പലുകളിൽ ഇന്നത്തെ തുർക്കിയുടെ തീരങ്ങളിലേക്ക് നീങ്ങി എന്നാണ് ഗ്രീക്ക് പുരാണങ്ങൾ പറയുന്നത്. ഒരു കപ്പലിൽ 50 മുതൽ 120 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു എന്നുമൊക്കെ പറയുന്നുണ്ട്. ചരിത്രപരമായിട്ടുള്ള സാധ്യതകൾ വെച്ച് നോക്കിയാൽ 300-നും 500-നും ഇടയിൽ കപ്പലുകൾ മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. അന്നത്തെ കാലത്ത് ഒരു വലിയ യുദ്ധത്തിന് അത് തന്നെ ധാരാളമായിരുന്നു. ഇനി ഈ കപ്പലുകൾ, ഈ ഷിപ്സ് ഒരേ സമയം എത്തിയതാകാൻ വഴിയില്ല. മറിച്ച് പല സംഘങ്ങളായിട്ട് പല സമയങ്ങളിലായിട്ടാവണം ഇവ ഏഷ്യ മൈനറിന്റെ തീരങ്ങളിൽ എത്തിയത്. 1000 കപ്പലുകൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ട്രോയുടെ തീരത്ത് 10 വർഷം നിലനിർത്തുക എന്നത് അന്നത്തെ ലോജിസ്റ്റിക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്.
ട്രോജൻ യുദ്ധകാലത്ത് ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്നത് പെൻഡക്കൊണ്ടർ എന്നറിയപ്പെടുന്ന നീണ്ടു മെലിഞ്ഞ കപ്പലുകളായിരുന്നു. ഏകദേശം 30 മുതൽ 35 മീറ്റർ വരെ നീളമാണ് ഈ ഒരു കപ്പലുകൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ വീതി വളരെ കുറവായിരുന്നു. വെറും 3 മുതൽ 4 മീറ്റർ വരെയാണ് ഇതിന് വീതി ഉണ്ടായിരുന്നത്. ഇതൊരു തുറന്ന കപ്പലായിരുന്നു, ഓപ്പൺ ഡെക്ക്. അതായത് ഇതിന് ഇന്നത്തെ ഷിപ്സിനുള്ളതുപോലെ താഴെ അറകളോ ക്യാബിൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് അമരത്ത് ക്യാപ്റ്റൻ നിൽക്കാനായിട്ട് ഒരു ചെറിയൊരു സ്ഥലവും മുന്നിൽ ഒരു ചെറിയ പ്ലാറ്റ്ഫോമും മാത്രമാണ്. ആളുകളെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുകയും കിടക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു കപ്പലുകളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ 50 തുഴക്കാരാണ് ഇതിനുണ്ടായിരുന്നത്. ഇരുവശത്തും 25 ആളുകൾ വീതം. ഇവര് ഈ തുഴയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന അടിമകളൊന്നുമല്ല, മറിച്ച് യുദ്ധം ചെയ്യാനായിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ അതിന് പോകുന്ന വീരന്മാരായിട്ടുള്ള യുദ്ധവീരന്മാർ തന്നെയായിരുന്നു ഈ കപ്പലുകൾ തുഴഞ്ഞിരുന്നത്. കാറ്റ് അനുകൂലമാകുമ്പോൾ മാത്രമാണ് അവർ നടുക്കുള്ള ഒരൊറ്റ പായ്മരത്തിൽ, ആ ഒരു പായ്മരത്തിൽ ചതുരത്തിലുള്ള ഒരു വലിയൊരു പായയുണ്ട്, അത് ആ സമയത്ത് മാത്രമാണ് അവർ വിടർത്തുന്നത്. ഹോമർ ഈ കപ്പലുകളെ ബ്ലാക്ക് ഷിപ്സ് എന്നാണ് വിളിച്ചിരുന്നത്. വെള്ളം കയറാതിരിക്കാനായിട്ട് കപ്പലിന്റെ അടിയിലും വശങ്ങളിലും ടാർ പോലെയുള്ള കറുത്ത പശ പൂശുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് ആ നിറം ലഭിച്ചത്. ഇവ ഈ കടലിൽ വെച്ചിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷിപ്സ് ഒന്നും ആയിരുന്നില്ല. സൈനികരെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ട്രോയുടെ തീരത്തെത്തിയാൽ ഈ കപ്പലുകൾ നങ്കൂരമിട്ട് നിർത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് മണൽത്തിട്ടിലേക്ക് വലിച്ച് കയറ്റി വെക്കുകയാണ് ചെയ്യുക. ഈ കപ്പലുകൾ കമഴ്ത്തി വെച്ചിട്ടാണ് ഈ ഗ്രീക്ക് സൈനികർ പലപ്പോഴും രാത്രിയിൽ ഉറങ്ങിയിരുന്നത്. ട്രോയുടെ വൻമതിലുകൾക്ക് മുന്നിൽ 10 വർഷം തമ്പടിച്ച ആ ഗ്രീക്ക് സൈന്യത്തിന്റെ ജീവിതം യുദ്ധത്തെക്കാളും വലിയൊരു പോരാട്ടമായിരുന്നു. വിശപ്പിനോടും മടുപ്പിനോടും രോഗങ്ങളോടും അവർക്ക് മല്ലിടേണ്ടി വന്നു. ഗ്രീക്ക് വീരന്മാരുടെ ദേഹം മുഴുവനും മിന്നിത്തിളങ്ങുന്ന വെങ്കലം, ബ്രോൺസ് കൊണ്ടുള്ള കവചങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 7-8 അടി നീളമുള്ള ആഷ് മരം കൊണ്ടുണ്ടാക്കിയ കുന്തമായിരുന്നു പ്രധാന ആയുധം. കുന്ത ഒടിഞ്ഞാൽ മാത്രം പുറത്തെടുക്കുന്ന ഒന്നായിരുന്നു വാള്. കാളയുടെ തോലില്ലേ, അത് പല അടുക്കുകളായിട്ട് ഉണക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ വെങ്കലത്തിന്റെ പാളുകൾ പിടിപ്പിച്ച ഭാരമേറിയ പരിചകൾ ഇവർക്കുണ്ടായിരുന്നു. ഇറച്ചി, ബാർലി, വീഞ്ഞ്, പിന്നെ ആട്ടിൻപാലിൽ നിന്നുണ്ടാക്കുന്ന ചീസ്, ഇതൊക്കെയായിരുന്നു പ്രധാന ഭക്ഷണം. 10 വർഷം മുഴുവൻ ഗ്രീക്കുകാർ ട്രോയുടെ മതിലിന്റെ പുറത്ത് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അക്കിലീസിനെ പോലുള്ള വീരന്മാർ ട്രോയുടെ ചുറ്റുമുള്ള ചെറിയ ദ്വീപുകളും നഗരങ്ങളും ആക്രമിച്ച് കൊള്ളയടിച്ചു. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ധാന്യങ്ങളും ആടുകളും സ്ത്രീകളും ഒക്കെയായിരുന്നു ഈ ക്യാമ്പിലെ പ്രധാന വിഭവങ്ങളും. അക്കിലീസ് തന്നെ പറയുന്നുണ്ട് താൻ 12 തീരദേശ നഗരങ്ങളും 11 ഉൾനാടൻ നഗരങ്ങളും കൊള്ളയടിച്ചു എന്ന്. ഇതിന് സമീപത്തുണ്ടായിരുന്ന ലെംനോസ് എന്ന് പറഞ്ഞ ദ്വീപിൽ നിന്ന് ഈ ഗ്രീക്ക് സൈനികർ വേറെ സ്ഥലങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച വെങ്കലവും ഇരുമ്പും അടിമകളെയൊക്കെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പകരം വീഞ്ഞ് വാങ്ങിയിരുന്നതായിട്ടും പറയുന്നുണ്ട്. മഗയിലോണും പെഡോലിറിയസുമായിരുന്നു ഈ ഗ്രീക്ക് പക്ഷത്തെ ഡോക്ടർമാർ, വൈദ്യന്മാർ. യാരോ എന്ന ചെടി വേദന സംഹാരിക്കായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു എന്ന് ഹോമർ പറയുന്നുണ്ട്. അത് ശരിയാണ്. വടക്കേ അമേരിക്കയിലും യുറേഷ്യയിലും ധാരാളമായിട്ട് ഇന്നും കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ കാലിത്തീറ്റയായിട്ട് ഇന്നും ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീക്ക് വീരനായിട്ടുള്ള അക്കിലീസിന്റെ പേരാണ് ഇപ്പോൾ ഈ ചെടിക്ക് കൊടുത്തിട്ടുള്ളത്, അക്കീലിയ മില്ലഫോളിയം. അതുപോലെ നമ്മൾ ഇന്ന് വിളിക്കുന്ന ഗ്രീക്കുകാർ എന്ന് പറഞ്ഞ പേര് ഹോമർ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. അത് പിൽക്കാലത്ത് റോമാക്കാർ നൽകിയ പേരാണ്. ഹോമർ തന്റെ കൃതികളിൽ ഗ്രീക്ക് സൈന്യത്തെ വിളിക്കാനായിട്ട് പ്രധാനമായിട്ടും 3 പേരുകളാണ് മാറി മാറി ഉപയോഗിച്ചിരുന്നത്. ഒന്ന് അക്കിയൻസ്, ഇതാണ് ഹോമർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന പേര്. ഏകദേശം 598 തവണ അക്കിയ എന്ന പ്രദേശത്ത് നിന്നും വന്നവർ എന്നാണ് ഇതിന്റെ അർത്ഥം. രണ്ടാമത് ഡാനിയൻസ്, ഗ്രീക്ക് പുരാണത്തിലെ ഡാനസ് എന്ന രാജാവിന്റെ പിൻഗാമികൾ എന്ന അർത്ഥത്തിലാണ് ഈ പേര് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ആർഗേവുകൾ അല്ലെങ്കിൽ ആർഗേവ്സ്, ആർഗോസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രീക്ക് നഗരത്തിൽ നിന്നും വന്ന ആളുകളാണ് എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ ഗ്രീക്കുകാർ സ്വയം രാജ്യത്തെ വിളിക്കുന്നത് ഹെല്ലാസ് എന്നും ജനങ്ങളെ ഹെല്ലീൻസ് എന്നും ഒക്കെയാണ്. എന്നാൽ ഹോമറിന്റെ കാലത്ത് ഹെല്ലീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കിലീസ് ഭരിച്ചിരുന്ന സ്തിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ചെറിയ ഗോത്രം മാത്രമായിരുന്നു. പിൽക്കാലത്താണ് ഈ പേര് ഗ്രീസ് മുഴുവനും വ്യാപിച്ചത്. നമ്മൾ ഇത്രയും നേരം ട്രോയി എന്ന് തന്നെയാണല്ലോ എന്ന് പറഞ്ഞാണല്ലോ ഈ ഗ്രീക്കുകാരെ ആക്രമിക്കാനായിട്ട് പോകുന്ന നഗരത്തെ വിശേഷിപ്പിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ഹോമറിന്റെ ഈ യുദ്ധകഥയ്ക്ക് ഇലിയഡ് എന്ന് പറഞ്ഞ പേര് വന്നത്? നമ്മൾ ഇന്ന് വിളിക്കുന്ന ട്രോയി നഗരത്തിനെ പുരാതന കാലത്ത് ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേര് ഇലിയോൺ എന്നായിരുന്നു. ട്രോയി നഗരം സ്ഥാപിച്ചതായിട്ട് വിശ്വസിക്കപ്പെടുന്ന ഐലസ് എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ പേരിൽ നിന്നാണ് ഈ നഗരത്തിന് ഇലിയോൺ എന്ന പേര് വന്നത്. ഇലിയോൺ എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തെക്കുറിച്ചുള്ള കവിത അല്ലെങ്കിൽ പാട്ട് എന്ന അർത്ഥത്തിൽ ഹോമറിന്റെ കൃതിയെ ഇലിയാസ് പോയസിസ് എന്ന് വിളിച്ചു. കാലക്രമേണ ഈ ഇലിയാസ് പോയസിസ് ചുരുങ്ങിയിട്ട് ഇലിയഡ് എന്നായിട്ട് മാറി. ഹോമറിന്റെ രണ്ടാമത്തെ കൃതിയായിട്ടുള്ള ഒഡീസിക്ക് ഈ പേര് വന്നതും ഇതുപോലെ തന്നെയാണ്. ഒഡീസിയൂസിന്റെ തിരിച്ചുവരവ് ആ കഥയാണല്ലോ അതിന്റെ ഉള്ളടക്കം. അതുകൊണ്ടാണ് അതിന് ഒഡീസി എന്ന പേര് കൈവന്നത്. ഇനി ഇരു കൂട്ടരും, അതായത് ട്രോജൻസും ഗ്രീക്സും സംസാരിച്ചിരുന്ന ഭാഷ ഏതാണ് എന്ന് നോക്കാം. ഗ്രീക്ക് സൈന്യം സംസാരിച്ചിരുന്നത് ഇന്നത്തെ ഗ്രീക്ക് ഭാഷയുടെ ഏറ്റവും പഴക്കമേറിയ രൂപമായിട്ടുള്ള മൈസീനിയൻ ഗ്രീക്ക് ആയിരുന്നു.
ലീനിയർ ബി എന്ന വിചിത്രമായിട്ടുള്ള ലിപിയിലാണ് അവരത് എഴുതിയിരുന്നത്. ഹോമർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഗ്രീക്ക് ഭാഷയിൽ നിന്നും വളരെ വ്യത്യസ്തവും കുറച്ചുകൂടി കടുപ്പം കൂടിയ ഒരു ഭാഷയുമായിരുന്നു ഇത്. ട്രോയ് എന്ന ഇലിയോൺ നഗരം സ്ഥിതി ചെയ്തിരുന്നത് ഗ്രീസിലല്ല, മറിച്ച് ഇന്നത്തെ തുർക്കിയിലാണ്. അന്നത്തെ കാലത്ത് ആ പ്രദേശം ഭരിച്ചിരുന്നത് ശക്തരായിട്ടുള്ള ഹിറ്റേറ്റ് സാമ്രാജ്യമായിരുന്നു. ചരിത്രരേഖകൾ പ്രകാരം ഈ ട്രോയ് ഹിറ്റേറ്റുകളുടെ ഒരു സാമന്ത രാജ്യം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രോജൻ ജനത സംസാരിച്ചിരുന്നത് ലുവിൻ എന്ന് പറഞ്ഞ ഭാഷ ആവാനാണ് 99% സാധ്യത. ഹിറ്റേറ്റ് ഭാഷയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള അനറ്റോളിയൻ പ്രദേശത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയാണ് ലുവിൻ. പുരാവസ്തു ഗവേഷണങ്ങളിൽ ട്രോയിൽ നിന്നും ലുവിൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള ചില എഴുത്തുകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഗ്രീക്കുകാരും ട്രോജൻസും സംസാരിച്ചിരുന്നത് രണ്ട് വ്യത്യസ്ത ഭാഷകളായിരുന്നു. എങ്കിലും ഇരു കൂട്ടർക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. നമുക്ക് ഹോമറിന്റെ ഇലിയഡിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് മടങ്ങി വരാം, അത് തുടരാം. ഏഷ്യ മൈനറിന്റെ തീരങ്ങളിൽ ചക്രവാളം മറയ്ക്കുമാർ 1000 കപ്പലുകൾ നങ്കൂരമിട്ട ആ നിമിഷം മുതൽ ചരിത്രം ചുവന്നു തുടുക്കുകയായിരുന്നു. ഒരു പ്രവചനം പോലെ ട്രോയുടെ മണ്ണിൽ ആദ്യം കാലുകുത്തിയ ഗ്രീക്ക് രാജാവ് പ്രൊട്ടസിലോവസ് ട്രോയ് രാജകുമാരൻ ഹെക്ടറുടെ കുന്തമുനയിൽ പിടഞ്ഞു മരിച്ചു. അതൊരു മുന്നറിയിപ്പായിരുന്നു, വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ തുടക്കം. ആദ്യത്തെ ആവേശമൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ട്രോയുടെ അഭേദ്യമായിട്ടുള്ള വൻമതിലുകൾക്ക് മുന്നിൽ ഗ്രീക്ക് സൈന്യം തളർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആഴ്ചകളോ മാസങ്ങളോ അല്ല, നീണ്ട 9 വർഷങ്ങളാണ് പിന്നീട് കാര്യമായിട്ട് യുദ്ധങ്ങളൊന്നും ഇല്ലാതെ വെറും ഉപരോധത്തിലും കൊള്ളയടിയിലും മാത്രമായിട്ട് അവരവിടെ കഴിച്ചുകൂട്ടിയത്. ഈ 9 വർഷങ്ങളിലെ യുദ്ധം ഹോമർ പോലും കാര്യമായിട്ട് വിവരിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ 10ാം വർഷം പിറന്നത് ഗ്രീക്ക് പാളയത്തിലെ വലിയൊരു കലഹത്തോടു കൂടിയായിരുന്നു. ഏറ്റവും വലിയ രാജാവായിട്ടുള്ള ഈ ഗ്രീക്ക് സൈന്യത്തിന്റെ മുഴുവന്റെയും സൈന്യാധിപനായിട്ടുള്ള ആഗമെമ്നോണും ഈ ഗ്രീക്ക് സേനയിലെ ഏറ്റവും മികച്ച പോരാളിയായിട്ടുള്ള അക്കിലീസും തമ്മിൽ ഒരു പെണ്ണിന്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞു. അപമാനിതനായിട്ടുള്ള ഈ അക്കിലീസ് തന്റെ വാള് ഉറയിലിട്ട് ടെന്റിലേക്ക് പിൻവാങ്ങിയതോടെ ഗ്രീക്ക് സൈന്യത്തിന്റെ നട്ടലൊടിഞ്ഞു. ഗ്രീക്കുകാരെ ചിതറി ഓടുന്ന കാഴ്ച കണ്ട് ആവേശഭരിതരായ ട്രോജൻ സൈന്യം ഹെക്ടറുടെ നേതൃത്വത്തിൽ ഇരച്ചു കയറുകയും ഗ്രീക്ക് കപ്പലുകൾക്ക് തീയിടുകയും ചെയ്തു. സ്വന്തം ജനതയുടെ ഈ തകർച്ച കണ്ടു നിൽക്കാനാവാതെ അക്കിലീസിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള പെട്രോക്ലസ്, അക്കിലീസിന്റെ കസിൻ കൂടിയാണ്, ഈ അക്കിലീസിന്റെ കവചം അണിഞ്ഞിട്ട് അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങുകയും ഒടുവിൽ ഹെക്ടറുടെ വാളിനാൽ കൊല്ലപ്പെടുകയും ചെയ്തു. ആ മരണം പക്ഷേ ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റി. ആത്മമിത്രത്തിന്റെ വേർപാടിൽ ഭ്രാന്തെടുത്ത അക്കിലീസ് ഒരു മൃഗത്തെ പോലെ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വന്നു. ഒടുവിൽ ട്രോയിയുടെ സൈന്യാധിപനായിട്ടുള്ള ഹെക്ടറെ അക്കിലീസ് വധിക്കുകയും ആ മൃതശരീരം രഥത്തിൽ കെട്ടി നഗരത്തിന് ചുറ്റും വലിച്ചിഴക്കുകയും ചെയ്തു. എന്നാൽ അക്കിലീസിന്റെ വിജയത്തിനും അധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. ഹെക്ടറുടെ സഹോദരൻ ഹെലനെ തട്ടിക്കൊണ്ടുപോകുന്ന പാരീസ് രാജകുമാരൻ അയാളെ തൊടുത്തുവിട്ട ഒരു വിഷം പുരട്ടിയ അമ്പ് അക്കിലീസിന്റെ ഉപ്പൂറ്റിൽ തറക്കുകയും ആ വീരനായകൻ ട്രോയുടെ മണ്ണിൽ ജീവനറ്റ് വീഴുകയും ചെയ്തു. പിന്നാലെ അജാക്സ് എന്ന ഗ്രീക്ക് വീരൻ അപമാനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഇരുവശത്തും യുദ്ധവീരന്മാര് മരിച്ചു വീണുകൊണ്ടേയിരുന്നു. എന്നിട്ടും ട്രോയ് എന്ന നഗരം മാത്രം കീഴടങ്ങാതെ തലയുയർത്തി തന്നെ നിന്നു. അങ്ങനെ വാളുകൊണ്ട് ജയിക്കാനാവില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ഒഡീസിയൂസ് എന്ന കൗശലക്കാരൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയത്. ഗ്രീക്കുകാർ ഒരു പടുകൂറ്റൻ മരക്കുതിരയെ നിർമ്മിച്ചിട്ട് അതിന്റെ ഉള്ളിൽ തങ്ങളുടെ ഏറ്റവും മികച്ച പോരാളികളെ ഒളിപ്പിച്ചു വെച്ചു. ബാക്കിയുള്ളവർ തോൽവി സമ്മതിച്ച് കപ്പൽ കയറി പോയതായിട്ട് അഭിനയിച്ച് ചക്രവാളത്തിനപ്പുറം ഒളിച്ചു നിന്നു. ദൈവങ്ങൾക്കുള്ള വഴിപാടാണ് ഈ ഒരു കുതിര എന്ന് തെറ്റിദ്ധരിച്ചിട്ട് യുദ്ധം അവസാനിച്ചുവെന്ന് കരുതിയ ട്രോജൻ ജനത ആ മരക്കുതിരയെ ആർപ്പ് വീളുകളോടെ തങ്ങളുടെ മതിലിന്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി. തങ്ങളുടെ മരണം സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അവർ തങ്ങളുടെ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അന്ന് രാത്രി ട്രോയി മുഴുവൻ വിജയലഹരിയിലും മദ്യത്തിലും മുങ്ങിത്താന്നു കഴിഞ്ഞപ്പോഴേക്കും മരക്കുതിരയുടെ വയറ്റിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒഡീസിയൂസും സംഘവും പുറത്തേക്ക് ചാടിയിട്ട് നഗരവാതിലുകൾ ഗ്രീക്കുകാർക്കായി തുറന്നു കൊടുത്തു. അടയാളം കിട്ടിയതോടെ പുറം കടലിൽ ഒളിച്ചു കിടന്നിരുന്ന ഗ്രീക്ക് കപ്പലുകൾ തീരത്തേക്ക് സാവധാനം വന്നെടുത്തു. ശേഷം ഇരുട്ടിന്റെ മറവില് ആയിരക്കണക്കിന് ഗ്രീക്ക് പടയാളികൾ ട്രോയ് നഗരത്തിലേക്ക് ഇരച്ചു കയറി. പിന്നീട് അവിടെ നടന്നത് യുദ്ധമായിരുന്നില്ല, നിഷ്ഠൂരമായ കൂട്ടക്കൊല തന്നെയായിരുന്നു. കുടിച്ച് ബോധം കെട്ട് ഉറങ്ങിക്കിടന്നിരുന്നവരെ അവർ വെട്ടിക്കൊന്നു, വീടുകൾക്ക് തീയിട്ടു, കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിട്ടില്ല. വൃദ്ധനായ പ്രിയാൻ രാജാവിനെ ഗ്രീക്കുകാര് ദേവാലയത്തിന്റെ ഉള്ളിൽ വെച്ച് കഴുത്തെടുത്തു കൊന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ട്രോയ് നഗരം വെറും ചാരക്കൂമ്പാരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഹത്തായ ട്രോജൻ യുദ്ധം അവസാനിച്ചു. കത്തിപ്പോയ ട്രോജൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ട്രോജൻ യുദ്ധം കഴിഞ്ഞിട്ട് 700 വർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ ചക്രവർത്തി സെർസിസ് ഗ്രീസ് ആക്രമിക്കാനായിട്ട് വീണ്ടും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നേരിട്ട് കണ്ടു എന്നാണ് ചരിത്രകാരനായ ഹെറോഡോട്സ് പറയുന്നത്. നമ്മുടെ പേർഷ്യൻ സീരീസിലെ സെർസിസ് എന്ന ഭാഗത്ത് ഇത് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ലോകം അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിസ്തൃതമായിട്ടുള്ള സാമ്രാജ്യത്തിന്റെ അധിപൻ പേർഷ്യൻ ചക്രവർത്തി സെർസിസ് ഗ്രീസിനെ തകർത്തെറിയുക എന്ന ലക്ഷ്യവുമായിട്ട് തുടങ്ങിയ ആ യാത്ര വെറും ഒരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നില്ല, മറിച്ച് പടിഞ്ഞാറൻ ലോകത്തെ മുഴുവൻ തന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു മഹാപ്രളയത്തിന്റെ ആരംഭമായിരുന്നു അത്.
ഏഷ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുമായിട്ട് ലക്ഷക്കണക്കിന് പടയാളികൾ സെർസിസിന്റെ കീഴിൽ അണിനിരന്നു. ചരിത്രകാരനായ ഹെറോഡോട്സിന്റെ കണക്കുകൾ പറയുന്നത് ആ സൈന്യം നടന്നു നീങ്ങുമ്പോഴേക്കും ഭൂമി വിറയ്ക്കുകയും അവർ കുടിച്ചു തീർക്കുന്നതുകൊണ്ട് മാത്രം വലിയ നദികൾ വറ്റിപ്പോവുകയും ചെയ്തിരുന്നു എന്നാണ്. ലിഡിയയിലെ സാർഡിസിൽ നിന്നും ആരംഭിച്ച് യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടലിടുക്കുകൾക്ക് കുറുകെ പാലം പണിത് ഗ്രീസിന്റെ നെഞ്ചു പിളർക്കാനായിട്ട് പുറപ്പെട്ട ആ വലിയ പടയോട്ടം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നതും ഭീതിജനകവുമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നായിരുന്നു. അധികാരത്തിന്റെയും അഹംഭാവത്തിന്റെയും ആൾരൂപമായി സ്വർണ്ണരഥത്തിലേറി സെർസിസ് തന്റെ വമ്പൻ സൈന്യവുമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന ട്രോയുടെ മണ്ണിൽ അയാൾ എത്തിച്ചേർന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന മഹായുദ്ധത്തിൽ തകർന്നുപോയ ട്രോജൻ കോട്ട കാണാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ആ ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും അദ്ദേഹം നേരിട്ട് സന്ദർശിച്ചു. അവിടെ നടന്ന ഇതിഹാസ യുദ്ധത്തിന്റെ കഥകളും ആ മണ്ണിന്റെ വീരഗാഥകളും അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി. ആ കഥകൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു. ആ മണ്ണിന്റെ മഹത്വം മനസ്സിലാക്കിയ സെർസിസ് അവിടെ കുടികൊള്ളുന്ന അഥീന ദേവിക്ക് വലിയൊരു ആദരവ് നൽകാനായിട്ട് തീരുമാനിച്ചു. 1 2 അല്ല, 1000 കാളകളെയാണ് അദ്ദേഹം ദേവിക്ക് മുന്നിൽ ബലി നൽകിയത്. അതോടൊപ്പം തന്നെ സെർസിസിന്റെ പുരോഹിതന്മാര് ആ മണ്ണിലെ മരിച്ചുപോയ വീരനായകന്മാരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ലഹരി പാനീയങ്ങൾ മണ്ണിൽ ഒഴിച്ച് നേർച്ചയായിട്ട് അർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ ബലി കർമ്മങ്ങൾക്ക് ശേഷം വിചിത്രമായിട്ടുള്ള ഒരു അനുഭവമാണ് ആ സൈന്യത്തിന് ഉണ്ടായത്. രാത്രിയുടെ യാമങ്ങളിൽ തങ്ങളുടെ കൂടാരങ്ങളിൽ ഉറങ്ങുകയായിരുന്ന പേർഷ്യൻ സൈനികർക്കിടയിൽ അകാരണമായ ഒരു ഭയം പടർന്നു പന്തലിച്ചു. ഒരുപക്ഷെ ആയിരക്കണക്കിന് ഗ്രീക്ക് ട്രോജൻ യോദ്ധാക്കൾ മരിച്ചു വീണ ആ പഴയ യുദ്ധഭൂമിയിൽ അവരുടെ ആത്മാക്കളുണ്ട് എന്ന തോന്നലാവാം അവരെ പരിഭ്രാന്തരാക്കിയത്. ഏതായാലും ആ ഭയാനകമായ രാത്രി പിന്നിട്ട് നേരം വെളുത്തതോടെ സെർസിസും പേർഷ്യൻ സൈന്യവും ആ പ്രദേശം വിട്ട് തങ്ങളുടെ ജൈത്രയാത്ര തുടർന്നു. പഴയ ട്രോയി നഗരത്തിന്റെ ഭാഗങ്ങൾ കണ്ട ശേഷം സെർസിസ് എത്തിയത് ഇന്നത്തെ ഡാർഡനലസ് എന്ന കടലിടുക്കിന്റെ തീരത്താണ്. പണ്ട് ആഗമനോൻ രാജാവിന്റെ 1000 കപ്പലുകൾ കടന്നുപോയ അതേ കടല്. പക്ഷേ സെർസിസ് കപ്പലിൽ കയറുകയല്ല ചെയ്തത്. അദ്ദേഹം കടലിന് കുറുകെ കപ്പലുകൾ നിരത്തിയിട്ടിട്ട് ഒരു പാലം തന്നെ അങ്ങ് പണിതു. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു പാലത്തിലൂടെയാണ് ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് ആ ഭീമൻ സൈന്യം നടന്നു നീങ്ങിയത്. 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീസിലെ ആഗമനോൻ രാജാവ് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് വന്നപ്പോഴേക്കും 700 വർഷങ്ങൾക്ക് ശേഷം സെർസിസ് എന്ന പേർഷ്യൻ രാജാവ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് അതേ പാതയിലൂടെ പഴയ കണക്കുകൾ തീർക്കാനായിട്ട് നടന്നു നീങ്ങി. ഇതിന്റെ ബാക്കി കഥ കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ സെർസിസ് എന്ന സീരീസ് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രോയ് നഗരം ചാമ്പലാകുന്നത് വരെയുള്ള കഥയാണ് വോൾഫ്ഗാങ് പീറ്റേഴ്സിന് ഒരുക്കിയ ദൃശ്യവിസ്മയമായിരുന്ന ട്രോയ് എന്ന 2004 പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയിൽ ഉള്ളത്. ബ്രാഡ് പിറ്റിന്റെ അക്കിലീസും എറിക് ബാനയുടെ ഹെക്ടറും വെള്ളിത്തിരയിലും മിന്നി മറിഞ്ഞപ്പോഴേക്കും പലരും കരുതിയത് ഹോമറിന്റെ ഇതിഹാസം അതേപടി ദൃശ്യവൽക്കരിക്കപ്പെടുകയാണ് എന്നാണ്. മുമ്പ് പറഞ്ഞതുപോലെ വെള്ളിത്തിരയിലെ മായ കാഴ്ചകളും ഹോമറിന്റെ കൃതിയിലെ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വലിയ അന്തരം ഉള്ളതാണ്. അത് ആഴമേറിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ദേവന്മാരുടെ അസാന്നിധ്യമാണ്. ഹോമറിന്റെ കൃതിയിൽ മനുഷ്യരെക്കാൾ വലിയ റോളാണ് ഒളിമ്പസിലെ ഗ്രീക്ക് ദേവന്മാർക്ക് ട്രോജൻ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. സ്യൂസും അപ്പോളയും അഥീനയും എല്ലാം യുദ്ധക്കളത്തിൽ നേരിട്ടിറങ്ങുകയും അമ്പുകളെ വഴിതിരിച്ചു വിടുകയും പ്രിയപ്പെട്ടവരെ രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സിനിമയിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അക്കിലീസിന്റെ മുന്നിൽ നിന്നും അപ്പോളോ ദേവൻ പലതവണ ഈ ഹെക്ടറെ രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വലിയ മാറ്റം കാലയളവിലാണ്. സിനിമ കാണുന്ന ഒരാൾക്ക് ട്രോജൻ യുദ്ധം വെറും 2 ആഴ്ചയോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടു നിന്ന ഒന്നാണെന്ന് തോന്നും. ഗ്രീക്കുകാർ കപ്പലിറങ്ങുന്നു, യുദ്ധം ചെയ്യുന്നു, ചതിപ്രയോഗത്തിലൂടെ ജയിക്കുന്നു. എന്നാൽ പുരാണങ്ങളിൽ ഈ യുദ്ധം നീണ്ടു നിന്നത് നീണ്ട 10 വർഷങ്ങളാണ് എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഗ്രീക്ക് സൈന്യം ട്രോയുടെ മതിലുകൾക്ക് പുറത്ത് 9 വർഷത്തോളം പാളയം പിടിച്ചു കിടന്നു. ആ 10 വർഷത്തെ കാത്തിരിപ്പിന്റെയും നിരാശയുടെയും കഥ സിനിമയിൽ കാണിക്കുക ബുദ്ധിമുട്ടേറിയ പണി തന്നെയാണ്. കൂടാതെ കഥാപാത്രങ്ങളുടെ വിധിയും സിനിമയിൽ തിരുത്തി കുറിക്കപ്പെട്ടു. സിനിമയിൽ സ്പാർട്ടയിലെ രാജാവായിട്ടുള്ള മെനലോസ്, അയാളുടെ ഭാര്യയെയാണ് ഈ പാരിസ് തട്ടിക്കൊണ്ടുപോകുന്നത്. ആ മെനലോസ് ട്രോയി രാജകുമാരനായിട്ടുള്ള ഈ പാരിസിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഹെക്ടറിന്റെ വാളിനാൽ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സിനിമയിൽ. ഇത് സിനിമയ്ക്ക് വലിയൊരു വൈകാരിക തലം നൽകുന്നുണ്ട്. എങ്കിലും ഹോമറിന്റെ ഇതിഹാസങ്ങളിൽ ഈ മെനലോസ് മരിക്കുന്നതേയില്ല. യുദ്ധ അവസാനം അദ്ദേഹം തന്റെ ഭാര്യ ഹെലനയും കൂട്ടിയിട്ട്, അതായത് ഈ പാരിസ് തട്ടിക്കൊണ്ടുപോയ ആ ഹെലനെ വീണ്ടെടുത്ത് ഇദ്ദേഹം സ്പാർട്ടയിലേക്ക് മടങ്ങുകയും വാർദ്ധക്യം വരെ അവിടെ ജീവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ക്രൂരനായിട്ടുള്ള ഗ്രീക്ക് ചക്രവർത്തി ആഗമനോൺ, ട്രോയ് സിനിമയിൽ അയാൾ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയാണ്. എന്നാൽ ഹോമറിന്റെ ഇതിഹാസ കഥയിൽ ആഗമനോൺ യുദ്ധം വിജയിച്ച് ജീവനോടെ തന്നെ നാട്ടിലെത്തുന്നുണ്ട്. അതുപോലെ തന്നെ അക്കിലീസും അദ്ദേഹത്തിന്റെ ബന്ധുവും കൂട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള പെട്രോക്ലസും തമ്മിലുള്ള ബന്ധമാണ് മറ്റൊരു പ്രധാന മാറ്റം. സിനിമയിൽ ഇരുവരും സ്നേഹനിധികളായിട്ടുള്ള സഹോദരന്മാരെ പോലെയാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ കസിൻസ്. എന്നാൽ ഗ്രീക്ക് സാഹിത്യത്തിലും പ്ലേറ്റോയുടെ കൃതികളിലും അവർ തമ്മിലുള്ള ബന്ധം രക്തബന്ധത്തേക്കാൾ ആഴമേറിയതാണ്. പല വ്യാഖ്യാനങ്ങളിലും അവർ കാമുകന്മാരാണ്. പെട്രോക്ലസിന്റെ മരണം അക്കിലീസിനെ അത്രയേറെ പിടിച്ചുലയ്ക്കുന്നത് വെറുമൊരു സഹോദര സ്നേഹം കൊണ്ടല്ല, മറിച്ച് തന്റെ ആത്മാവിന്റെ പാതി നഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ്. അവസാനമായിട്ട് ആ പ്രശസ്തമായിട്ടുള്ള മരക്കുതിര, ട്രോജൻ ഹോഴ്സ്. ട്രോയ് സിനിമ അവസാനിക്കുന്നത് ആ ഒരു മരക്കുതിരയുടെ അകത്ത് ആ വയറ്റിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഗ്രീക്കുകാർ
പുറത്തിറങ്ങി വന്നിട്ട് ട്രോയ് നഗരം കത്തിക്കുന്ന ആ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ്. എന്നാൽ ഹോമറിന്റെ ഇലിയഡ് അവസാനിക്കുന്നത് ട്രോയ് കത്തുന്ന ആ ഒരു സംഭവത്തോട് കൂടിയിട്ടല്ല, മറിച്ച് അതിനും വളരെ മുമ്പ് നടന്ന ഹെക്ടറുടെ മരണാനന്തര ചടങ്ങുകൾ വിവരിച്ചുകൊണ്ടാണ് ശരിക്കുള്ള ഇലിയഡ് എന്ന് പറഞ്ഞ ആ ഒരു കഥ അവസാനിക്കുന്നത്. ട്രോജൻ കുതിരയുടെ കഥ ഹോമർ വിശദമായിട്ട് പറയുന്നത് തന്റെ മറ്റൊരു കൃതിയായിട്ടുള്ള ഒഡീസിയിലാണ്. റോമൻ കവി വെർജിൽ എഴുതിയിട്ടുള്ള ഈനീഡ് എന്ന കൃതിയിലാണ് ട്രോയുടെ പതനം പൂർണ്ണമായിട്ടും വിവരിക്കുന്നത്. അങ്ങനെ യുദ്ധത്തിന്റെ അവസാനം അക്ലീസ് വധിക്കപ്പെട്ടെങ്കിലും ട്രോയ് നഗരം കത്തി അമരുകയാണ് ചെയ്യുക. 10 വർഷം നീണ്ടുനിന്ന ആ യുദ്ധം അങ്ങനെ അവസാനിച്ചു. ഗ്രീക്കുകാർ വിജയിച്ചു. പക്ഷേ ആ വിജയത്തിന് തോൽവിയേക്കാളും വലിയ കയ്പുണ്ടായിരുന്നു. യുദ്ധഭൂമിയിൽ നിന്നും വിജയിച്ച് അല്ലെങ്കിൽ ആ ഒരു ആഹ്ലാദത്തോടെ കപ്പൽ കയറിയ ഗ്രീക്ക് വീരന്മാർക്ക് കാത്തിരുന്നത് പൂമത്തെ ആയിരുന്നില്ല, മറിച്ച് ഗ്രീക്ക് ദേവന്മാരുടെ ശാപമായിരുന്നു. ട്രോയ് പിടിച്ചെടുക്കുന്നതിന്റെ ഇടയിൽ ഗ്രീക്ക് സൈന്യം കാട്ടിക്കൂട്ടിയ ക്രൂരതകളും ക്ഷേത്രങ്ങൾ തകർത്തതും ഒക്കെ ദേവന്മാരെ ചൊടിപ്പിച്ചു. വിജയികൾക്കുള്ള ശിക്ഷ അവിടെ തുടങ്ങുകയായിരുന്നു. ഏറ്റവും ദാരുണമായിട്ടുള്ള വിധി കാത്തിരുന്നത് ഗ്രീക്ക് സൈന്യത്തിന്റെ രാജാവിനെ തന്നെയായിരുന്നു. ട്രോയിലെ സമ്പത്തും ആ പ്രിയാം രാജാവിന്റെ മകളായിട്ടുള്ള കസാൻഡ്രയും, അതായത് നമ്മുടെ ഈ ഹെക്ടറിന്റെയും പാരിസിന്റെയും സഹോദരിയായിട്ടുള്ള കസാൻഡ്രയും അടിമയാക്കിയിട്ട് വലിയ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് അയാൾ തന്റെ രാജ്യമായിട്ടുള്ള മൈസീനിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ അയാളുടെ കൊട്ടാരത്തിൽ 10 വർഷമായിട്ട് പകയുടെ കനലുമായിട്ട് അവന്റെ ഭാര്യ കാത്തിരിപ്പുണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് കപ്പലുകൾക്ക് അനുകൂലമായിട്ടുള്ള കാറ്റ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം മകളെ തന്നെ ഈ ആഗമന്വൻ ബലി കൊടുത്ത കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതല്ലേ. ആ പക തീർക്കാനായിട്ട് അയാളുടെ ഭാര്യ തന്റെ കാമുകനൊക്കെ ആയിട്ട് ചേർന്നിട്ട് വലിയൊരു ഗൂഢാലോചന തന്നെ നടത്തി. വിജയിച്ചു വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് അവള് ചുവന്ന പരവതാനി തന്നെ വിരിച്ചു. പക്ഷേ അതൊരു മരണക്കെണിയായിരുന്നു. കുളിക്കാനായിട്ട് ബാത്തബിൽ ഇറങ്ങിയ ആഗമന്യോണെ സ്വന്തം ഭാര്യ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. അങ്ങനെ അന്നത്തെ ലോകം കണ്ട ഏറ്റവും വലിയ സൈന്യാധിപൻ ആഗമന്യോൺ യുദ്ധക്കളത്തിലല്ല, സ്വന്തം കുളിമുറിയിൽ ദാരുണമായിട്ട് മരിച്ചു വീണു. എന്നാൽ ട്രോയ് നഗരത്തിന്റെ കഥ അവിടം കൊണ്ട് അവസാനിച്ചില്ല. തോറ്റവരിൽ നിന്നും പുതിയൊരു ചരിത്രം ജനിക്കുകയായിരുന്നു. ട്രോയ് കത്തി എരിയുന്ന സമയത്ത് കയ്യിൽ വെറുമൊരു വാളും തോളിൽ തന്റെ വൃദ്ധനായ പിതാവിനെയും ചുമന്നുകൊണ്ട് ഈനിയസ് എന്നൊരു ട്രോജൻ രാജകുമാരൻ ഓടി രക്ഷപ്പെട്ടു. പല നാടുകൾ താണ്ടിയിട്ട് ഒടുവിൽ അദ്ദേഹം ഇന്നത്തെ ഇറ്റലിയിൽ എത്തി. അവിടെ ലവീനിയം എന്ന നഗരം അയാൾ സ്ഥാപിച്ചു. ഈ ഈനിയസിന്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് പിൽക്കാലത്ത് ലോകം അടക്കി ഭരിച്ച റോമൻ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നാണ് ഗ്രീക്ക് പുരാണങ്ങൾ പറയുന്നത്. റോമൻ കവി വിർജില് തന്റെ ഈനീഡ് എന്ന കൃതിയിലൂടെ പറയുന്നത് ഈ കഥയാണ്. അതായത് ഗ്രീക്കുകാർ ട്രോയിയെ നശിപ്പിച്ചെങ്കിലും ട്രോയിയുടെ ആത്മാവ് റോമായിട്ട് പുനർജനിച്ചു എന്നാണ് ഇതിഹാസങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ട്രോയ് നഗരം കത്തിച്ചാമ്പലായ അവസാന ദിനങ്ങളിൽ മറ്റ് ചില സംഭവങ്ങൾ കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ചോരയും കണ്ണീരും വീണ് കുതിർന്ന ട്രോയിയുടെ തെരുവ് വീഥികളിലൂടെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരു മനുഷ്യൻ ഭ്രാന്തനെ പോലെ ഓടുന്നുണ്ടായിരുന്നു. സ്പാർട്ടയിലെ രാജാവായ മെനലോസ് ആയിരുന്നു അത്. 10 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കൊട്ടാരത്തിൽ നിന്നും അതിഥിയായി വന്ന പാരീസ് എന്ന ട്രോജൻ രാജകുമാരൻ തട്ടിക്കൊണ്ടുപോയ തന്റെ ഭാര്യയെ ഹെലനെ തേടിയുള്ള യാത്രയായിരുന്നു അത്. അയാളുടെ കണ്ണുകളിൽ പ്രണയമായിരുന്നില്ല, മറിച്ച് പകയുടെ കനലായിരുന്നു എരിഞ്ഞിരുന്നത്. ഗ്രീക്കുകാർക്ക് മുഴുവനും നാണക്കേടുണ്ടാക്കിയ ആയിരക്കണക്കിന് യുവാക്കളുടെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീയെ താൻ സ്വന്തം കൈകൾ കൊണ്ട് വെട്ടിക്കൊല്ലും എന്നാണ് അയാൾ ഗ്രീക്ക് സൈന്യത്തിന് മുന്നിൽ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നത്. കത്തിയമരുന്ന ട്രോജൻ കൊട്ടാരത്തിന്റെ ഒരു കോണില് ഭയന്ന് വെറിച്ചു നിൽക്കുന്ന ഹെലനെ ഒടുവിൽ മെനലോസ് കണ്ടെത്തി. ഇവരെ തട്ടിക്കൊണ്ടുപോകുന്ന പാരീസ്, ആ രാജകുമാരൻ ഈ ട്രോയ് യുദ്ധത്തിൽ മരിച്ചുപോയി. ശേഷം പാരീസിന്റെ സഹോദരനായിട്ടുള്ള ഡെയ്ഫോബസിന്റെ ഭാര്യയായിട്ട് കഴിയുകയായിരുന്നു ഈ ഹെലൻ. അപ്പോൾ മെനിലോസ് ആദ്യം ഡെയ്ഫോബസിനെ വെട്ടിവീഴ്ത്തി. രക്തം പുരണ്ട വാളുമായിട്ട് വിറയ്ക്കുന്ന ഹെലന് നേരെ അയാൾ തിരിഞ്ഞു. മരണഭയത്താൽ ഹെലൻ മുട്ടുകുത്തി. അവളുടെ വസ്ത്രങ്ങൾ ആകെ അലങ്കോലമായിരുന്നു. ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് അവള് മെനിലോസിന്റെ മുഖത്തേക്ക് നോക്കി. ഹെലന്റെ ആ മനോഹരമായ മുഖം കണ്ടതും മെനിലോസിന്റെ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി. അന്നത്തെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന കവികൾ വാഴ്ത്തിയ ആ സൗന്ദര്യത്തിന് ഒട്ടും മങ്ങലേറ്റിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിലെ കണ്ണീരും ഭയത്താൽ വിറയ്ക്കുന്ന കൈകളും കണ്ടപ്പോഴേക്കും മെനിലോസിന്റെ ഉള്ളിലെ 10 വർഷത്തെ പക മഞ്ഞുപോലെ ഉരുകിപ്പോയി. കൊല്ലാനായിട്ട് ഉയർത്തിയ വാള് മെനിലോസിന്റെ കയ്യിൽ നിന്നും അറിയാതെ താഴെ വീണുപോയി. അയാൾ അവളെ കൊല്ലുന്നതിന് പകരം വാരിപ്പുണർന്നു. നമുക്ക് പോകാം സ്പാർട്ടയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെ സുരക്ഷിതമായിട്ട് തന്റെ കപ്പലിലേക്ക് നയിച്ചു. ഇത് കണ്ടുനിന്ന ഗ്രീക്ക് സൈനികര് അത്ഭുതപ്പെട്ടുപോയി. യുദ്ധത്തിന് കാരണക്കാരിയായവളെ രാജാവ് വീണ്ടും തന്റെ രാജ്ഞിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ 10 കൊല്ലം യുദ്ധം ചെയ്തതും ഇവിടെ മരിച്ചു വീണവരും ആരായി? സത്യത്തില് ഈ യുദ്ധം നടന്നത് ഹെലന് വേണ്ടി ആയിരുന്നില്ല. തന്ത്രപ്രധാനമായിട്ടുള്ള ട്രോയ് നഗരത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു അത്. കവികളുടെ വെറും ഭാവന മാത്രമാണ് ഈ യുദ്ധം ഹെലന് വേണ്ടി നടന്നത് എന്ന് പറയുന്നത്. എന്നാൽ മെനിലോസിന്റെയും ഹെലന്റെയും മടക്കയാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ദൈവങ്ങളുടെ കോപം കാരണം കാറ്റുകൾ ദിശ മാറി വീശുകയും അവർ ഈജിപ്തിലും മറ്റ് പല ദ്വീപ് രാജ്യങ്ങളിലും വീണ്ടും പല വർഷങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്തു. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് സ്വന്തം നാടായിട്ടുള്ള സ്പാർട്ടയിൽ തിരിച്ചെത്തുവാനായിട്ട് സാധിച്ചത്.
യുദ്ധത്തിന് ശേഷം അവരെങ്ങനെ ജീവിച്ചു എന്നത് ഹോമറിന്റെ ഒഡീസിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ഒഡീസിയസിനെ അന്വേഷിച്ചിട്ട് വളർന്ന് വലുതായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ ടെലിമാക്കസ് സ്പാർട്ടയിൽ എത്തുമ്പോഴേക്കും കാണുന്നത് കൊട്ടാരത്തിൽ സുഖമായിട്ട് വാഴുന്ന മെനിലോസിനെയും ഹെലനെയുമാണ്. അവർ പരസ്പരം സ്നേഹിച്ചും എന്നാൽ പഴയ ഓർമ്മകളുടെ ഭാരത്താലും ജീവിക്കുകയായിരുന്നു. ട്രോയിലെ യുദ്ധവും മരണവും ഓർത്ത് മെനിലോസ് വിഷമിക്കുമ്പോഴേക്കും ഹെലൻ വീഞ്ഞില് നെപ്പന്ത എന്നൊരു ഔഷധം കലർത്തി നൽകുന്നത് ഈ ടെലിമാക്സ്, ഈ നമ്മുടെ ഒഡീസിയസിന്റെ മകൻ കാണുന്നുണ്ടായിരുന്നു. സങ്കടങ്ങളും പഴയ മുറിവുകളും മറക്കാൻ സഹായിക്കുന്ന ഈജിപ്തിൽ നിന്നും അവർക്ക് ലഭിച്ച ഒരു മരുന്നായിരുന്നു അത്. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിന് കാരണക്കാരിയായ ഹെലൻ കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രമല്ല, തന്റെ ഭർത്താവിന്റെ കൂടെ വാർദ്ധക്യം വരെയും സ്പാർട്ടയിലെ രാജ്ഞിയായി സമ്പന്നതയിൽ ജീവിച്ചു തീർത്തു. സൗന്ദര്യം എന്നത് ഏറ്റവും വലിയ ആയുധമാണ് എന്ന് ഹെലന്റെ ജീവിതം തെളിയിച്ചു. വാളിനേക്കാൾ മൂർച്ചയുള്ള പകയെ പോലും പ്രണയമാക്കി മാറ്റുന്ന ആയുധം. ഇനി ഇതിഹാസങ്ങളെ കുറച്ചൊന്ന് മാറ്റിവെച്ചിട്ട് അല്പം ചരിത്രം പറയാം. ഈ ഇതിഹാസ കഥകൾ എങ്ങനെയാണ് ചുരുളഴിഞ്ഞത് എന്നതും രസകരമായ മറ്റൊരു ചരിത്രമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1900-ലാണ് സർ ആർതർ ഇവാൻസ് എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിൽ ഖനനം നടത്തുന്നത്. അവിടെ നെസോസ് എന്ന പുരാതന കൊട്ടാരം അദ്ദേഹം കണ്ടെത്തി. അവിടെ നിന്നും തീയിൽ ചുട്ടെടുത്ത പൊള്ളിച്ചെടുത്ത കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഫലകങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു. അതിൽ വിചിത്രമായിട്ടുള്ള കുറെ വരകളും കുറികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രാചീനമായിട്ടുള്ള എന്തോ എഴുത്താണെന്ന് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മനസ്സിലായി. അതിന് ആ ക്ലേ ടാബ്ലറ്റിൽ കണ്ട കുത്തിനും വരയ്ക്കും ഒക്കെ അതൊരു ലിപിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ലീനിയർ ബി എന്ന പേരാണ് കൊടുത്തത്. പക്ഷേ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? ആർതർ ഇവാൻസ് തന്റെ ജീവിതകാലത്തിന്റെ ശിഷ്ടകാലം മുഴുവൻ അത് വായിക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിലും പക്ഷേ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ഒരൊറ്റ നിർബന്ധ ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഗ്രീക്ക് ഭാഷയല്ല, ഹോമറിന്റെ കാലത്തിന് മുൻപുള്ള ഏതോ ഒരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെട്ടു പോയ മിനോവൻ എന്ന അജ്ഞാത ഭാഷയാണ് എന്നാണ് അദ്ദേഹം കരുതിയത്. ആ വിശ്വാസം തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുവാനായിട്ട് വീണ്ടും 1/2 നൂറ്റാണ്ടാണ് വേണ്ടി വന്നത്. 1936 ലണ്ടനിൽ വെച്ചിട്ട് ആർതർ ഇവാൻസ് തന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചിട്ട് ഒരു എക്സിബിഷൻ നടത്തി. അത് കാണുവാനായിട്ട് സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു 14-കാരൻ എത്തിയിട്ടുണ്ടായിരുന്നു, മൈക്കൽ വെൻട്രിസ്. ആ കളിമൺ ഫലകങ്ങൾ കണ്ട് കൗതുകം തോന്നിയ വെൻട്രിസ് ഇവാൻസിനോട് ചോദിച്ചു, സർ, ഇത് എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? ഇവാൻസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, അതെനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അന്ന് ആ കുട്ടി മനസ്സിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ വലുതാകുമ്പോഴേക്കും ഇത് വായിച്ചെടുക്കും. വെറുമൊരു കുട്ടിക്കളിയായിരുന്നില്ല അത്. ഭാഷകളോട് വല്ലാത്ത അഭിനിവേശം ഉണ്ടായിരുന്ന വെൻട്രിസിന് 6 വയസ്സുള്ളപ്പോൾ തന്നെ പോളിഷ് ഭാഷയും പിന്നീട് സ്വീഡിഷും ഒക്കെ അറിയാമായിരുന്നു. എന്നാൽ വെൻട്രിസ് വളർന്നു വന്നത് ഒരു ആർക്കിടെക്റ്റ് ആയിട്ടാണ്. അങ്ങനെ തന്റെ ജോലി ചെയ്യുന്നതിന് ഇടയിലും, അതായത് കെട്ടിടങ്ങളുടെ രൂപരേഖ വരയ്ക്കുന്നതിനൊക്കെ ഇടയിലും പഴയ ലീനിയർ ബി എന്ന് പറഞ്ഞ ആ പഴയ സ്വപ്നമുണ്ടല്ലോ, അത് അയാളെ വിടാതെ പിന്തുടർന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ അമേരിക്കയിൽ നിന്ന് ആലിസ് കോബർ എന്നൊരു വനിത ഈ ലിപിയെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിക്കുന്നുണ്ടായിരുന്നു. സിഗരറ്റ് പാക്കുകളുടെ പുറംചട്ട വെട്ടിയെടുത്തിട്ട് അതിൽ അക്ഷരങ്ങൾ കുറിച്ചു വെച്ചിട്ട് ഒരു ഗ്രിഡ് സംവിധാനത്തിലൂടെ അവർ ആ വാക്കുകളുടെ ഘടന മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാല് ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പേ അവർ ക്യാൻസർ ബാധിച്ച് മരിച്ചു. എന്നാൽ അവരുടെ പഠനങ്ങൾ വെൻട്രിസിന് വലിയൊരു വെളിച്ചമായിട്ട് മാറി. 2-ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ശേഷം തിരിച്ചെത്തിയ വെൻട്രിസ് തന്റെ മുഴുവൻ സമയവും ഈ ലിപിക്ക് വേണ്ടി മാറ്റിവെച്ചു. ആർതർ ഇവാൻസ് പറഞ്ഞത് തെറ്റാണെന്ന് ചിന്തിക്കാനായിട്ട് വെൻട്രിസ് ധൈര്യം കാണിച്ചു. ഇനി ഇത് ഗ്രീക്ക് ഭാഷ തന്നെ ആണെങ്കിലോ? ആ ചിന്തയായിരുന്നു വഴിത്തിരിവ്. അദ്ദേഹം ഒരു കൂറ്റൻ ഗ്രിഡ് തയ്യാറാക്കി. ഓരോ ചിഹ്നങ്ങളും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്നതാണ് എന്ന് അദ്ദേഹം അനുമാനിച്ചു. 1952 പൈലോസിൽ നിന്നും കിട്ടിയ ഒരു കളിമൺ ഫലകം, ഒരു ക്ലേ ടാബ്ലറ്റ് വെൻട്രിസ് പരിശോധിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അതിൽ 3 കാലുകളുള്ള ഒരു പാത്രത്തിന്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് വേറെ ചില ചിഹ്നങ്ങളും ഉണ്ടായിരുന്നു. വെൻട്രിസ് തന്റെ കോഡ് ഉപയോഗിച്ചിട്ട് ആ ചിഹ്നങ്ങൾ വായിക്കാനായിട്ട് നോക്കി. അദ്ദേഹം ഞെട്ടിപ്പോയി. ആ ചിഹ്നങ്ങൾ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയ വാക്ക് തിരിപ്പോദേ എന്നായിരുന്നു. അതായത് അത് പുരാതന ഗ്രീക്കിലെ ട്രൈപോഡ്, 3 കാലുള്ള പാത്രം എന്ന വാക്ക് തന്നെയായിരുന്നു. അടുത്ത വാക്ക് തിരിപ്പോദേ ഐക്കെ എന്നായിരുന്നു. അതായത് ഒരു ട്രൈപോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചിത്രം ഒന്ന് തന്നെ, വാക്കും അത് തന്നെ. അതോടെ പൂട്ട് തുറന്നു. 50 വർഷമായിട്ട് അടഞ്ഞു കിടന്ന ആ വാതില് വെൻട്രിസ് തുറന്നു. ലീനിയർ ബി എന്നത് മറ്റൊന്നുമല്ല, ഹോമർ എഴുതിയ ഗ്രീക്ക് ഭാഷയുടെ ഏറ്റവും പഴയ രൂപമായിട്ടുള്ള മൈസീനിയൻ ഗ്രീക്ക് തന്നെയാണ് എന്ന് ലോകം അന്നാണ് തിരിച്ചറിഞ്ഞത്. ട്രോജൻ യുദ്ധകാലത്തെ ജനങ്ങൾ സംസാരിച്ചിരുന്നത് ഗ്രീക്ക് തന്നെയാണ് എന്ന് അതോടുകൂടി ഉറപ്പായി. വെൻട്രിസിന്റെ ഈ മഹത്തായ കണ്ടുപിടുത്തം BBC റേഡിയോയിലൂടെ ലോകം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊരു അത്ഭുതമായിട്ട് മാറി. അതോടുകൂടി ഹോമറിന്റെ ഇതിഹാസങ്ങളുടെ പൂർണ്ണ രൂപം നമ്മുടെ മുന്നിൽ ചുരുളു നിവർന്നു. തന്റെ വലിയ സ്വപ്നം അവസാനം സാക്ഷാത്കരിച്ച് ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു നിലയിലേക്ക് മൈക്കൽ വെൻട്രിസ് ഉയർന്നു. പക്ഷേ വിധിക്ക് മറ്റു ചില പ്ലാൻസ് കൂടി ഉണ്ടായിരുന്നു.
ഈ വലിയ കണ്ടുപിടുത്തം നടത്തി വെറും 4 വർഷത്തിന് ശേഷം 1956 തന്റെ 34ാമത്തെ വയസ്സിൽ വെൻറിസ് ഒരു കാർ അപകടത്തിൽ മരിച്ചു. അർദ്ധരാത്രിയിൽ വീടിന് പുറത്തേക്ക് കാർ ഓടിച്ചു പോയ അദ്ദേഹം ഒരു ട്രക്കുമായിട്ട് കൂട്ടിയിരിക്കുകയായിരുന്നു. ആ പ്രതിഭയുടെ ആയുസ് ലീനിയർ ബി എന്ന പ്രഹേളിയെ തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഈ ക്ലേ ടാബ്ലറ്റ്സ് കണ്ടെത്തിയ ആദർ ഇവാൻസിന് കഴിയാത്തത്, പിന്നീട് വലിയ വലിയ പണ്ഡിതന്മാർക്ക് കഴിയാത്തത്, ഭാഷാശാസ്ത്രത്തിൽ ഒരു ബിരുദം പോലും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ സാധിച്ചെടുത്തു. ഇന്നും ഗ്രീക്ക് ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമായിട്ട് മൈക്കൽ വെൻറിസിന്റെ പേര് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ 10 വർഷത്തെ ട്രോജൻ യുദ്ധത്തിൽ അക്കിലീസ്, അജാക്സ്, ഹെക്ടർ ഉൾപ്പെടെയുള്ള മഹാവീരന്മാർ മരിച്ചു വീണു. ട്രോയ് നഗരം ചുട്ടരിക്കപ്പെട്ടു. ദേവന്മാരുടെ കോപത്തിനിരയായ ആഗമനോൻ രാജാവ് നാട്ടിലെത്തിയ ശേഷം വധിക്കപ്പെട്ടു. സഹോദരൻ മെനലോസ് മാത്രം ഭാര്യ ഹെലനുമായിട്ട് നാട്ടിൽ തിരികെ എത്തി. എന്നാൽ പിഞ്ചു കുഞ്ഞായ മകൻ ടെലിമാക്കസിനെ 10 വർഷങ്ങൾക്ക് മുമ്പ് വിട്ടുപിരിഞ്ഞ ഒഡീസ്യൂസിന് തിരികെ പോകാനായിട്ട് സാധിച്ചു. ട്രോജൻ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ഒഡീസ്യൂസിന്റെ മടക്കയാത്രയാണ് ഹോമർ ഒഡീസി എന്ന ഇതിഹാസ കാവ്യത്തിലൂടെ വിവരിക്കുന്നത്. അത് വിശദമായിട്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.